السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل ولا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله إلى كافة الخلق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وابتغوا إليه الوسيلة وجاهدوا في سبيله لعلكم تفلحون. صدق الله مولانا العلي العظيم. സ്നേഹാദരണീയരും ബഹുമാന്യരുമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ കേന്ദ്ര മുശാവറാംഗവും പ്രോജ്വല പണ്ഡിതനുമായ ഉസ്താദ് മരക്കാർ മുസ്ലിയാർ, നമ്മുടെ വേദിയുടെ പ്രിയപ്പെട്ട അധ്യക്ഷനവർകൾ, നമ്മുടെ പ്രിയപ്പെട്ട നസീർ ഫൈസ് ഉസ്താദ് അവർകൾ, നമ്മുടെ ഈ പരിപാടിയിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഈ മഹലിന്റെ ഭാരവാഹികൾ, കാരണവന്മാർ, വിശിഷ്യ നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, സഹോദരിമാർ, ഇതിന്റെ സംഘാടകരായ പ്രിയപ്പെട്ട മജ്ലിസുൻ നൂർ, അതുപോലെ തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ കർമ്മഭടന്മാരായ പ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹം കൊണ്ട് ഒരു വർഷക്കാലം മഹാന്മാരായ ബദരീങ്ങളുടെ നാമം നല്ല രീതിയിൽ ഇവിടെ ഒരു മജ്ലിസിൽ ഒരുമിച്ച് കൂടി ചെല്ലാനുള്ള സൗകര്യം ചെയ്തു. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹുവേ, ഇതിന് നേതൃത്വം കൊടുത്തവർക്കും ഇവിടെ ഒരുമിച്ച് കൂടിയവർക്കും നീ ഖൈർ നൽകണേ തമ്പുരാൻ. മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുക്കൾ, ഗുരുനാഥന്മാർ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട മുഴുവൻ ആളുകളെയും അല്ലാഹുവേ നിന്റെ സ്വർഗലോകത്തിൽ കണ്ടുമുട്ടി സന്തോഷിക്കുന്ന ഭാഗ്യവാന്മാരിലും ഭാഗ്യവതികളിലും ഞങ്ങളെ പെടുത്തണേ തമ്പുരാനെ. അപകട മരണങ്ങളും പെട്ടെന്നുള്ള മരണങ്ങളും മാരക രോഗങ്ങളും പെരുകിയ കാലത്ത് എപ്പോഴും ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ തമ്പുരാൻ. ധാരാളം ആളുകൾ ഇതിലേക്ക് സംഭാവന കൊടുക്കുകയും കഠിനാധ്വാനം ചെയ്യുകയും ചെയ്തതിന്റെ ഫലമാണ് ഈ മജ്ലിസ്. അല്ലാഹുവേ, അവർക്കൊക്കെ അർഹതപ്പെട്ട പ്രതിഫലം രണ്ട് വീട്ടിലും നീ നൽകണേ തമ്പുരാൻ. ഇപ്പോഴും ഈ വേദി ഭംഗിയാക്കാൻ വേണ്ടി ഓടി നടക്കുന്ന വളണ്ടിയർമാരും പ്രവർത്തകരും സേവകരുമുണ്ട്. അല്ലാഹുവേ, അവർക്ക് നീ ആരോഗ്യവും ആഫിയത്തും നിലനിർത്തി കൊടുക്കണേ തമ്പുരാൻ. പ്രിയമുള്ളവരെ, ഞാൻ ആമുഖങ്ങളൊന്നും ദീർഘിപ്പിക്കുന്നില്ല. കാലാവസ്ഥയുടെ പ്രതികൂലത മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. അതോടൊപ്പം മജ്ലിസുൻ നൂറും പിന്നെ ദുആഉം നടക്കാനുണ്ട്. അതിനിടക്ക് നിന്നുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ മാത്രം വളരെ ചുരുങ്ങിയ സമയമെടുത്തുകൊണ്ട് നിങ്ങളെ തെര്യപ്പെടുത്തുക എന്ന ഒരു ലളിതമായ കടമയാണ് ഞാൻ നിർവഹിക്കുന്നത്. ഈ തണുപ്പിൽ ചെളി വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്ത് ഒരു പരിധിവരെ മാത്രമേ നിങ്ങൾ ഇരിക്കാൻ കഴിയൂ എന്നെനിക്കറിയാം. എങ്കിലും ഒരു അല്പസമയം ശ്രമിച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങളോട് സൂചിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുമ്പോൾ അല്ലാഹു അത് നമുക്ക് പരലോകത്ത് പ്രതിഫലമുള്ളൊരു അമലാക്കി തീർക്കുമാറാവട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ പരിശുദ്ധ ദീൻ നമ്മളോട് കൽപ്പിച്ച കാര്യമാണ്. അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണോ അത് നിങ്ങൾ അവലംബിക്കണം. പടച്ച റബ്ബിലേക്ക് അടുക്കലാണ് ഒരു അടിമയുടെ രക്ഷാമാർഗം എന്ന കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം. അല്ലാഹുവിൽ നിന്ന് അകലുന്നവനെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കാനാണ് അല്ലാഹു മഹത്തുക്കളെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്. അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരുമായി നമ്മൾ എത്ര ബന്ധപ്പെടുന്നുവോ അത്രയും അല്ലാഹുവിലേക്ക് നമ്മൾ അടുക്കും. അമലിനെ പോലെ തന്നെ പ്രധാനമായ ഒന്നാണ് മഹാന്മാരെ സ്നേഹിക്കലും അവരെ ആദരിക്കലും അവരെ ബഹുമാനിക്കലും.
അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ഒരിക്കൽ ഒരാൾ വന്നുകൊണ്ട് നബി തങ്ങളോട് നേരിട്ട് പറഞ്ഞ വാചകം ഹദീസിന്റെ കിതാബിലുണ്ട്. അയാൾ അള്ളാഹുവിന്റെ തിരുദൂതരെ സന്ദർശിച്ചുകൊണ്ട് പറഞ്ഞത്, പ്രവാചകരെ, എനിക്ക് ഒരുപാട് നോമ്പും നമസ്കാരങ്ങളും ഒന്നും എന്റെ അളവിലില്ല. ഞാൻ നിസ്കരിക്കലില്ല എന്നല്ല അയാൾ പറഞ്ഞത്, നോമ്പ് നോൽക്കലില്ല എന്നല്ല. പരിശുദ്ധ തിരുദൂതരെ, എനിക്ക് കൂടുതൽ നിസ്കാരമോ കൂടുതൽ നോമ്പോ ഇല്ല എന്ന് പറഞ്ഞാൽ ഫർളൊക്കെ ചെയ്യും, കുറെ സുന്നത്തൊന്നും എന്റെ കയ്യിലില്ല. അയാൾ പറഞ്ഞ വാചകം ഹദീസിലുണ്ട്. അള്ളാഹുവിന്റെ തിരുദൂതരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ലൈസ ഇൻദി കത്റത്തു സ്വലാത്തിൻ വസിയാം. അള്ളാഹുവിന്റെ തിരുദൂതരെ, എന്റെ കയ്യിൽ ഒരുപാട് നോമ്പോ ഒരുപാട് നിസ്കാരങ്ങളോ ഒരുപാട് അമലുകളോ ഇല്ല. വലാകിന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹു. ഞാൻ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകനെയും ഏറെ ഇഷ്ടപ്പെടുന്നവനാണ്. ഞാൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു, തിരുദൂതരായ അങ്ങേ ഇഷ്ടപ്പെടുന്നു. പരിശുദ്ധ തിരുദൂതര വ്യക്തിയോട് പറഞ്ഞ മറുപടി, അൽ മർഉ മഅ മൻ അഹബ്ബ. ഒരു വ്യക്തി അങ്ങനെ സ്നേഹിക്കുന്നുവോ ആ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരിക്കും. നമ്മൾ ആരെ സ്നേഹിക്കുന്നുവോ അവരുടെ കൂടെ നാളെ പരലോകത്തുണ്ടാകുമെന്നാണ് ഈ വാചകം പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതര പറഞ്ഞത് സംശയം വേണ്ട. കൂടുതൽ ഇബാദത്തൊന്നുമില്ലാതെ അത്യാവശ്യം ദീനിന്റെ കാര്യം മാത്രം അവലംബിച്ചുകൊണ്ട് ചെന്ന ഒരു മനുഷ്യന് കൊടുത്ത മറുപടിയാണ്. അന്നത്തെ മനുഷ്യന്റെ ആ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അത്രയും ഇബാദത്തില്ലാത്തവരാ നമ്മൾ അള്ളാഹുവിന്റെ പരിശുദ്ധരായ മഹത്തുക്കളെ സ്നേഹിച്ചാൽ. മറ്റൊരു ഹദീസിൽ പരിശുദ്ധ തിരുദൂതർ ഇതുപോലെ ഒരാളോട് പറഞ്ഞിട്ടുണ്ട്, അന്ത മഅ മൻ അഹ്ബബ്ത. നീ ആരെ സ്നേഹിക്കുന്നുവോ ആരുടെ കൂടെ നീ ഉണ്ടാകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ ആരെ സ്നേഹിച്ചോ ആ സ്നേഹിച്ചവന്റെ കൂടെ നാളുണ്ടാവുന്നതിന്റെ അർത്ഥം, നമ്മളൊരു നല്ല മഹാനെ സ്നേഹിച്ചാൽ അതിന്റെ പ്രതിഫലം പരലോകത്ത് പടച്ച റബ്ബ് നമുക്ക് തരും. നമ്മളൊരു മഹാനെ ബഹുമാനിച്ചാൽ അതിന്റെ പ്രതിഫലം പടച്ച റബ്ബ് നമുക്ക് തരും. നല്ലവരെ കൂടെ നിന്നാൽ അതിന്റെ ഒരു ഗുണം നമുക്ക് നാളെ പരലോകത്ത് കിട്ടും. ഞാൻ ഈ പരിപാടി ഏറ്റെടുത്തതിന് ശേഷവും പരിശുദ്ധ ബൈത്തുൽ മുഖദ്ദസ് സന്ദർശിച്ചുകൊണ്ടാണ് തിരിച്ചു വരുന്നത്. ഞാനത് പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസ് യാത്രയിൽ നമ്മൾ പല രാജ്യങ്ങളും സന്ദർശിക്കുന്ന കൂട്ടത്തിൽ ഈജിപ്തിൽ പോകാറുണ്ട്. മിസ്റിന്റെ തലസ്ഥാനമായ കെയ്റോയിൽ തസൗഫിന്റെ പണ്ഡിതന്മാർ ഒരുപാട് മരണപ്പെട്ട് കിടക്കുന്നു. മഹാനായ ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഖബർ അവിടെയാണ്. ഇമാം ഷാഫി തങ്ങളുടെ പള്ളിയിൽ തന്നെയാണ് മഖ്ദൂമിന്റെ ഉസ്താദായ ബഹുമാനപ്പെട്ട സക്കരിയ അൻസാരി തങ്ങളുടെ ഖബറും. അതിന്റെ തൊട്ടടുത്താണ് ഒരു വെളിപ്പാടകലെയാണ് ബഹുമാനപ്പെട്ട ഫത്തുഹുൽ ബാരിയുടെ മുസന്നിഫ് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങളുടെ ഖബർ. ഇമാം ജലാലുദ്ദീൻ സുയൂത്തി തങ്ങളുടെ ഖബറും തൊട്ടപ്പുറത്താണ്. ഒരു വെളിപ്പാടകൽ ഒരു വട്ടത്തിലാണ്. അക്കൂട്ടത്തിൽ അവിടെ പ്രസിദ്ധമായ ഒരു ഖബറുണ്ട്. സാഹിബുൽ ഇക്കം എന്ന് ചരിത്രം പറയുന്ന ബഹുമാനപ്പെട്ട ഇബ്നു അത്താഉല്ലാഹു സിക്കന്ദരി തങ്ങളുടെ ഖബർ. അദ്ദേഹത്തിന്റെ ഖബർ കെയ്റോയിലാണ്. അതിനുവേണ്ടി ഒരു പള്ളി തന്നെ നിർമ്മിച്ചിരിക്കുന്നു. ആ പള്ളിക്കുള്ളിലാണ് അദ്ദേഹത്തിന്റെ ഖബർ. ഞാനത് പറയാൻ കാരണം, നിങ്ങൾ ഈ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഒന്ന് മനസ്സിൽ കയറ്റാൻ വേണ്ടിയിട്ട്. ഇബ്നു അത്താഉല്ലാഹു സിക്കന്ദരി തങ്ങളുടെ മക്ബറ നമ്മൾ സന്ദർശിക്കുമ്പോൾ ആ മക്ബറയുള്ള പള്ളിയിൽ മക്ബറയുടെ ഉള്ളിൽ ചെന്നാൽ അവിടെ വിശദമായി അദ്ദേഹത്തിന്റെ താരീഖ് എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ താരീഖ് എന്ന് പറഞ്ഞാൽ ഈജിപ്തിലും അതുപോലെ തന്നെ പലസ്തീനിലും ഒക്കെ ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. പലരും പറയും സിയാറത്തുകളൊക്കെ ഇവിടെ മാത്രമേ ഉള്ളൂ, ഖബർ കെട്ടിപ്പൊക്കലും സിയാറത്തും ഒന്നും മറ്റു സ്ഥലങ്ങളില്ല. വെറുതെ പറയുന്നത്. അവിടെ ഖബർ കെട്ടിപ്പൊക്കി സിയാറത്ത് നടത്തുന്നു എന്ന് മാത്രമല്ല, ആ ഖബറിനെ കുറിച്ച്, അതിൽ കിടക്കുന്ന സാഹിബുൽ ഖബറിനെ കുറിച്ച് കൃത്യമായ ഒരു രൂപരേഖ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. ആരാണ് ഈ ഖബറിൽ കിടക്കുന്നത്, എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹത്തിന്റെ കറാമാത്തുകൾ എന്ത്, തസ്രീഫാത്തുകൾ എന്ത്, ഖിദ്മാത്തുകൾ എന്ത്, എന്ന് മരിച്ചു എവിടെ ഖബറടക്കിയൊക്കെ എഴുതിയിട്ടുണ്ടാവും. അവിടെ ഒരു മക്ബറിൽ ചെന്നാൽ ഒരാൾക്കും ഒരാളെ കുറിച്ച് ഒന്നും ചോദിക്കേണ്ട, അറബി വായിക്കാൻ അറിയുമെങ്കിൽ കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. ഒരു താരീഖിന്റെ വലിയൊരു പലക തന്നെ കാണും, വലിയൊരു ബോർഡ്. നമ്മുടെ നാട്ടിൽ പോലും ഇല്ലാത്തൊരു സ്വഭാവമാണ്. ഞാനിത് എടുത്തു പറയാൻ കാരണം, ഇബ്നു അത്താഉല്ലാഹു സിക്കന്ദരി തങ്ങളുടെ ഖബറിന്റെ സമീപത്ത് ചെന്നപ്പോ സാധാരണ ഖബറിലുള്ളത് പോലെ അദ്ദേഹത്തിന്റെ താരീഖിന് എഴുതി വെച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ് ചുമരുമ്മല് ഈജിപ്തുകാർ തന്നെ പണ്ഡിതന്മാർ എഴുതി തൂക്കിയ, വലിയ കയ്യെഴുത്തിൽ എഴുതി തൂക്കിയ വലിയൊരു ബോർഡുണ്ട്. ഇന്നും അത് അവിടെയുണ്ട്. ഒരാഴ്ച മുമ്പ് ഞാനത് കണ്ടിട്ടാ വീണ്ടും വരുന്നു. പലവട്ടം പോയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചതാണ്. ആ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു പ്രത്യേക വിവരമാണ്. എന്താണ് സംഗതി? എന്റെ സദസ്സിലേക്കുന്ന മജ്ലിസിനെ കുറിച്ച് ചെല്ലുന്ന ആളുകൾ മനസ്സിലാക്കണം.
അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇബ്നു അത്താഉല്ലാഹു സിക്കന്ദരി തങ്ങൾ മരിച്ചു കഴിഞ്ഞതിന്റെ ശേഷം, ഖബറടക്കിയതിന്റെ ശേഷം അദ്ദേഹത്തിന്റെ ദർസിൽ പഠിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ, എന്നും അദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്ന, ആദരിച്ചിരുന്ന ആ ദർസിലെ അദ്ദേഹത്തിന്റെ ഒരു മുതഅല്ലിം, വലിയ പണ്ഡിതനാണ്. ആ പണ്ഡിതനായ വ്യക്തിത്വം പലപ്പോഴും ഈ പള്ളിയിൽ വരും, 2 റക്അത്ത് നിസ്കരിക്കും, ഉസ്താദിന്റെ ഖബർ സിയാറത്ത് ചെയ്യും, കുറച്ച് ഖുർആനോ. അവരുടെ സ്വഭാവം അങ്ങനെ. അദ്ദേഹത്തിന്റെ പേര് കമാലുദ്ദീനുൽ ഹുമാം എന്നാണ്. കമാലുദ്ദീനുൽ ഹുമാം റളിയല്ലാഹു തആല പലപ്പോഴും ഈ പള്ളിയിൽ വരും, 2 റക്അത്ത് നിസ്കരിക്കും, ഉസ്താദിന്റെ ഖബർ സിയാറത്ത് ചെയ്യും. അതൊരു പതിവാ. സിയാറത്ത് ചെയ്തുകൊണ്ട് ഒരല്പം പരിശുദ്ധ ഖുർആൻ ഓതും. ഇതവിടെ എഴുതി വെച്ച ബോർഡിലുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ആ സന്ദർഭത്തിൽ ഒരു ദിവസം അദ്ദേഹം ഇതുപോലെ ഈ പതിവ് തെറ്റിക്കാതെ പള്ളിയിൽ വന്ന് നിസ്കരിച്ച് സിയാറത്ത് ചെയ്യാൻ, ഉസ്താദിന്റെ ഖബർ സിയാറത്ത് ചെയ്ത് അല്പസമയം അവിടെ ഇരുന്നിട്ട് ഖുർആൻ ഓതാൻ തീരുമാനിച്ച് ഖുർആൻ ഓതി തുടങ്ങി. അന്ന് അദ്ദേഹം ഓതിയത് സൂറത്ത് ഹൂദാണ്. സൂറത്ത് ഹൂദ് ഇങ്ങനെ ഓതി 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 സൂറത്ത് ഹൂദിൽ അദ്ദേഹം ഒരായത്തെത്തി. സൂറത്ത് ഹൂദിലെ 154-ാമത്തെ ആയത്ത് അദ്ദേഹം ഓതി. ആ ആയത്തിൽ അല്ലാഹു പറയുന്നൊരു വാചകമുണ്ട്, യൗമലാ തകല്ലമു നഫ്സുൻ ഇല്ലാ ബിഇദ്നിഹി ഫമിൻഹും ശഖിയ്യും വസഈദ്. നാളെ അല്ലാഹുവിന്റെ മഹ്ശറ കോടതിയിൽ ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടുമ്പോൾ അല്ലാഹുവിന്റെ സമ്മതം കൂടാതെ ഒരു മനുഷ്യനും സംസാരിക്കാൻ കഴിയാത്തൊരു ദിവസമുണ്ട്. ആ ദിവസത്തിന്റെ പ്രത്യേകത, അവിടെ ഒരുമിച്ച് കൂടുന്ന ആളുകൾ ഫമിൻഹും ശഖിയ്യും വസഈദ്. ആ മഹ്ശറ വൻസബിൽ ഒരുമിച്ച് കൂടുന്ന ആളുകളുടെ കൂട്ടത്തിൽ വിജയിച്ചവനുമുണ്ട്, പരാജയപ്പെട്ടവനുമുണ്ട്. അല്ലാഹുവേ, ഞങ്ങളെ നീ വിജയിച്ചവരുടെ കൂട്ടത്തിൽ ചേർക്കണേ തമ്പുരാനെ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഇപ്പറയുന്ന വാചകം വന്ന് ഈ ആയതാണ്. ഒന്ന് ചിന്തിക്കണം. എഴുതി വെച്ചിരിക്കുന്നു, ഈജിപ്തിലെ പുരോഗമനവാദികളായ ആളുകൾ, പാശ്ചാത്യ സംസ്കാരത്തിലേക്ക് വീടുന്ന ഈജിപ്തുകാർ, ഭൂരിപക്ഷം ഈജിപ്ഷ്യന്മാരും പാശ്ചാത്യരിലേക്കാ പോകുന്നത് എന്ന് പറയുന്നത്. തീരത്ത നാട്ടിലാണ് ജീവിച്ചിരിക്കുന്നത്. ഈ ആയത്ത് കമാലുദ്ദീൻ റളിയല്ലാഹു തആല ഓതിയപ്പോൾ, ശിഷ്യൻ ഓതിയപ്പോൾ, അടുത്ത ആയത്ത് തുടങ്ങുന്നതിന് മുമ്പ് ഫനാദാ മിനൽ ഖബരി ബിസൗത്തിൻ ആലിൻ എഴുതിയ വാക്കാണത്. അവിടെ എഴുതി വെച്ച വാക്ക ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഉറച്ചൊരു ശബ്ദത്തിൽ ഒരു വിളി കേട്ടു. ആ വാചകം നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. നാദ എന്ന് പറഞ്ഞ കാലാന്നല്ല. കാല എന്ന് പറഞ്ഞാൽ മെല്ലെ പറഞ്ഞാലും സംഗതി ഒപ്പിക്കാം. നാദ എന്ന് പറഞ്ഞാൽ ഉറക്ക വിളിച്ചു. മിനൽ ഖബരി, ഖബറിന്റെ ഉള്ളിൽ നിന്ന് ബി സൗത്തിൻ ശബ്ദത്തിൽ, പിന്നെ പറയുന്നു ആലിൻ ഉയർന്ന ശബ്ദത്തിൽ. എന്തിനാ അങ്ങനെയൊക്കെ എഴുതിയത്? ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഉറച്ച ശബ്ദത്തിൽ ഉറക്ക വിളിച്ചു. എന്തായാലും അർത്ഥം പിറുപിറുത്തതല്ല, ശരിക്ക് കേട്ടു, നല്ലോണം കേട്ടു, നന്നായിട്ട് കേട്ടു. എന്താണ് ആ കേട്ടതിന്റെ അർത്ഥം? ശരിക്കിന് കേട്ടു. എന്താ കേട്ടത്? യാ കമാൽ, ഒറ്റ വിളിയാ. ഖബറിന്റെ ഉള്ളിൽ നിന്നാ വിളിക്കണത്. ആ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഗുരുനാഥൻ വിളിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പള്ളി ദർസിൽ ഓതിപ്പടിച്ചിരുന്ന കാലത്ത് അദ്ദേഹം എങ്ങനെയാണോ വിളിച്ചത്? കമാലേ, യാ കമാൽ എന്ന് വിളി കേട്ടപ്പോ ഉസ്താദിന്റെ വിളിയാണത്. ദർസിൽ പഠിക്കുന്ന കാലത്ത് ഉസ്താദ് വിളിച്ച പോലെ വിളിയാണ്. ഉടനെ മടക്കി വെച്ചു ഗ്രന്ഥം അഥവാ പരിശുദ്ധ ഖുർആൻ. നല്ലവണ്ണം ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അതാ കേട്ടു. എന്താ കേൾക്കുന്നത്? ആ സമയത്ത് കേൾക്കുന്ന വാചകം അല്ലാഹുവിന്റെ പരിശുദ്ധ ദീൻ നിങ്ങൾ ഓർക്കണം. ഉസ്താദ് പറയുകയാണ്, ലൈസ മിന്നാ ശഖിയുൻ, ലൈസ മിന്നാ ശഖിയുൻ. കമാലേ, നമ്മളെ കൂട്ടത്തിൽ പരാജിതനില്ല കേട്ടോ, നമ്മളെ കൂട്ടത്തിൽ ചേർന്നവർ പരാജയപ്പെടുകയില്ല കേട്ടോ. ഔസുൽ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ അതാണ്, എന്നെ പീഡിച്ചവർ ആരും പീഡിക്കേണ്ട, എന്നെ പീഡിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. ഒരു നല്ല മഹാനെ നമ്മൾ മുഖമുദ്രയാക്കി പിടിച്ചു കഴിഞ്ഞാൽ, ആ മഹാനെ മുറുകെ പിടിച്ചാൽ
ഒരു നിലക്കും നിങ്ങൾ പേടിക്കേണ്ട. പരലോകത്ത് അവർ നമ്മളെ കയ്യെ പിടിക്കും. അവര് നമ്മളെ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകും. അവർക്ക് ശഫാഅത്തിന് അധികാരമുണ്ട്. സ്വാലിഹീങ്ങൾക്ക് ശഫാഅത്തിന് അധികാരമുണ്ട്. അതുകൊണ്ട് നല്ലവരുടെ കൂടെ നിന്നാൽ നമ്മൾ രക്ഷപ്പെടും. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് കൂനൂ മഅസ്സാദിഖീൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണേ. വകൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സ്വാദിഖീങ്ങളെ കൂടെ നിൽക്കണേ, സത്യവാന്മാരെ കൂടെയാകണേ. എന്താണ് അതിന്റെ പ്രത്യേകത? നല്ലതിന്റെ കൂടെ നിന്നാൽ ഗുണം കിട്ടും. നല്ലവരുടെ കൂടെ നിന്നാൽ പരലോകത്ത് രക്ഷപ്പെടും. വെറുതെ അല്ല നമ്മൾ സമത്തയുടെ കൂടെ നിൽക്കുന്നത്. നമുക്കിപ്പോ മജ്ലിസ് നൂർ ഇങ്ങനെ ചേർന്ന് കൂടി ചെല്ലാൻ എന്തുകൊണ്ടാ അവസരമുണ്ടായത്? ഒറ്റക്ക് ദുആ ചെയ്യുന്നതിനേക്കാൾ പ്രതിഫലം കിട്ടും കൂട്ടത്തോടെ ദുആ ചെയ്താൽ. ഒന്നിച്ച് ദുആ ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം മറ്റൊന്നിനും കിട്ടൂല. ബദരീങ്ങളുടെ അസ്മാ നമ്മൾ ചെല്ലുന്നത് ചെല്ലിയാൽ എന്താ ഗുണം? ബദരീങ്ങളുടെ അസ്മാ കൃത്യമായി ഒരു മനുഷ്യൻ പാരായണം ചെയ്താൽ ആ ഇസ്മ ചൊല്ലുന്ന മനുഷ്യന് പരലോകത്ത് അവര് ശരിക്ക് തുണ നൽകും. വല്ല സ്ഥലത്തും കുടുങ്ങിയിട്ടൊരു മനുഷ്യൻ വിളിച്ചാൽ, മഹാനായ മോയിൻകുട്ടി വൈദ്യർ എഴുതിയൊരു വരിയുണ്ട്, ഖാലിസായ കരുത്ത് കൊണ്ട് വിളിത്തുമൻ ബദരീങ്ങളാ, ഹാദിറുണ്ട് വിടത്തിലും തന്മുറാദ് പോൽ ക്ഷണം ഹാസിലാം. ഉമ്മമാർക്ക് ഓർമ്മയുണ്ടാവും ബദറുൽ കുബ്ര എന്ന് പറയുന്ന മോയിൻകുട്ടി വൈദ്യരുടെ ബദറുൽ കുബ്രയുടെ തലപ്പത്തുള്ള വാചകമാണത്. ഉള്ളുറപ്പിലൊരുത്തൻ കോനിൽ ബിഹഖിഹിം ദുആ തേടുകിൽ, വിരുത്തമേത് പൊശുത്തിലാകിലും കിട്ടും ഉത്തരം ആജിലായി. നിങ്ങൾ ഏത് മുക്കുമൂലിൽ എവിടെ ചെന്നുകൊണ്ട് വിളിച്ചാലും കുടുങ്ങിയ സമയത്ത് ബദരീങ്ങൾ എന്ന് വിളിച്ചാൽ ആ ബദരീങ്ങളെ ഹാജരാവുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധതയും പഠിപ്പിച്ചതാണ്. ഔസുലാൻ പറഞ്ഞില്ലേ, വല്ലാതാലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായികൂടാതുത്തീരം നൽകും ഞാൻ എന്നോവർ. അള്ളാഹു നമ്മളെ സഹായിക്കാൻ ഓരോരുത്തരും ഓരോ കാലഘട്ടത്തിലായിരിക്കും. നമ്മൾ അവരെ വിളിച്ചുകൊണ്ട് സഹായം തേടിയാൽ പടച്ചറബിനോടാണ് ചോദിക്കുന്നത്. പടച്ചറബ് അവരെ നമുക്ക് സഹായത്തിനയക്കും. അള്ളാഹുവിന്റെ സഹായം ഒന്ന് ചോദിക്കണ്ട. മഴ പെയ്യിക്കാൻ മലക്കുണ്ട്, റൂഹ് പിടിക്കാൻ മലക്കുണ്ട്. കാരണം അള്ളാഹുവിന്റെ റൂഹ് പിടിക്കാൻ കഴിയാത്തത് കൊണ്ടല്ലല്ലോ. അള്ളാഹുവിന് ഇടിക്കാറ്റ് മിന്ന മഴ മുഴുവൻ തരാൻ കഴിയാത്തത് കൊണ്ടല്ലല്ലോ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഓരോ കാര്യങ്ങൾ ശരിക്കും മനുഷ്യനെ പഠിപ്പിച്ചിരിക്കുന്നു, ഓരോരുത്തരെ ഏൽപ്പിച്ചുകൊണ്ട്. എന്ന പോലെ പടച്ച റബ്ബിന്റെ ഭൂമിയിൽ സ്വാലിഹ്യങ്ങളുണ്ട്. ആ സ്വാലിഹ്യങ്ങളിൽ ഏറ്റവും പ്രധാനികൾ തന്നെയാണ് ബഹുമാനപ്പെട്ട ശുഹദാക്കൾ, മഹാന്മാരായ ബദർ ശുഹദാക്കൾ. ദീനിനു വേണ്ടി ആദ്യകാലത്ത് പടവെട്ടി മരിച്ചുപോയവരാണ്. ആ ബദരീങ്ങളായ ആളുകളെ നമ്മൾ വിളിച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് പറഞ്ഞാൽ ഉറപ്പാണ് കൂട്ടരെ, ബദരീങ്ങൾ നമ്മളെ തുണക്കുക തന്നെ ചെയ്യും. ആ ബദരീങ്ങളുടെ മജ്ലിസിൽ വെച്ചുകൊണ്ട് അവരെ പേര് വിളിച്ചുകൊണ്ട് നിങ്ങൾ ചോദിച്ചു നോക്ക്. അല്ലാഹ് പറഞ്ഞ എന്താ? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ പടച്ചറബിനെ ഭയപ്പെടണേ. അള്ളാഹുവിനെ നിങ്ങൾ ഭയപ്പെടണേ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചറബിനെ പേടിച്ച് ജീവിക്കാൻ പറഞ്ഞാൽ പോരാ. വകൂനൂ മഅസ്സാദിഖീൻ എന്ന് പറഞ്ഞ പോലെ പടച്ചറബ് പറയുന്നു, വബ്തഗൂ ഇലൈഹിൽ വസീല, നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ ഒരു മാർഗം തേടണേ, പടച്ചറബിലേക്ക് അടുക്കാൻ ഒരു വഴി തേടണേ. നല്ല മനുഷ്യന്മാരെ കൂട്ടിച്ചേർത്തുകൊണ്ട് നിങ്ങൾ പടച്ചറബിലേക്ക് അടുക്കാൻ ശ്രമിക്കണം. നല്ലവരെ കൂടെ കൂടിയാൽ അതുകൊണ്ട് ഗുണമുണ്ട് പടച്ചറബിലേക്ക് എത്താൻ. അതുകൊണ്ട് നിങ്ങൾ പടച്ചറബിലേക്ക് മാർഗമായി വസീല തേടണമെന്ന് പരിശുദ്ധ ഖുർആൻ. അതിനാണ് നമ്മൾ തവസ്സുൽ എന്ന് പറയുന്നത്. ബദരീങ്ങളെ തവസ്സുൽ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ ദുആ ചെയ്യുന്നത്. ആ ദുആ പടച്ചറബ് സ്വീകരിക്കുമെന്ന കാര്യത്തിൽ എന്ത് തർക്കമാണുള്ളത്? അല്ലാഹുവേ, ഞങ്ങളെ ദുആനെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ആമീൻ പറഞ്ഞുള്ളവർക്ക് എന്തെങ്കിലും പേടിക്കണം എന്തിനാ? അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവോട് ചോദിക്കുമ്പോൾ ചോദിക്കണ്ടേ? ശരിക്കും നമ്മൾ മനസ്സിലാക്കണം, ഈ ബദരീങ്ങളെ വെച്ചുകൊണ്ട് നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തനം നമ്മുടെ രോഗങ്ങൾക്ക് വലിയ ശമനമാണ്. എന്താ നിങ്ങൾക്കറിയില്ല, അത്തിപ്പറ്റ ഉസ്താദിന്റെ മജ്ലിസിൽ ഒരാൾ പോയിട്ട് കണ്ണിന് കാഴ്ചശക്തി നഷ്ടപ്പെട്ട് കോയമ്പത്തൂരിൽ പോയി ചികിത്സിച്ചിട്ട് ബഷീർ മൗലവി എന്ന് പറയുന്ന ആള്, കടമുടക്കാരൻ, അയാൾ എന്റെ അടുത്ത് നേരിട്ട് വന്നല്ലോ. അയാളുടെ അനുഭവം ശരിക്കും വിശദീകരിക്കാൻ വേണ്ടി വന്നു. ഡോക്ടർമാര് കൈയൊടിച്ചു. ഞരമ്പുകൾ വളരെയധികം ദുർബലമാണ്. ഞരമ്പ് ദുർബലമാണ്, അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് മുന്നോട്ട് പോകില്ല, കാഴ്ച ഉണ്ടാവില്ല. ഉസ്താദ് പറഞ്ഞു മജ്ലിസുന്നൂറിൽ പങ്കെടുക്കാൻ. അദ്ദേഹം നിരന്തരമായി മജ്ലിസുന്നൂറിൽ പങ്കെടുത്തു, സ്വലാത്തിൽ പങ്കെടുത്തു, കാഴ്ച തിരിച്ചു കിട്ടി, നല്ല കാഴ്ച പത്രത്തിൽ വന്നിട്ട്.
നല്ല കാഴ്ച തിരിച്ചു കിട്ടിയ മനോഹരമായ അദ്ദേഹം നമ്മുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്ത് കൊടുക്കട്ടെ. എന്താ നിങ്ങൾ കേൾക്കുന്നത്? ഡോക്ടർമാര് കൈയൊഴിച്ച കേസുകൾ, ബദരീങ്ങൾ ഹക്കജാക്ക് ബറക്കത്ത് കൊണ്ട് സുഖപ്പെടുക എന്ന് പറഞ്ഞാൽ, പണ്ട് കാലത്തൊക്കെ പെണ്ണുങ്ങൾക്ക് പ്രസവവേദന വന്നാൽ നഫീസത്തുമാല ചൊല്ലുമായിരുന്നു. ഇമാം ഷാഫി തങ്ങൾക്ക് രോഗം വന്നാൽ അപ്പൊ പറഞ്ഞേക്കും നഫീസത്ത് ബീവിന്റെ അടുത്തേക്ക്. ഇമാം ഷാഫി തങ്ങൾ കെയ്റോയിലെ ഓൾഡ് മസ്ജിദിലാണ് ജോലി ചെയ്തിരുന്നത്. അതിന്റെ 5 കിലോമീറ്റർ അപ്പുറത്താണ് നഫീസ ബീവിന്റെ മഖബറ. നഫീസത്തുൽ മിസ്രിയ ബീവിന്റെ അടുത്തേക്ക് പറഞ്ഞേക്കും ആൾക്കാരെ. ഓരോ തവണ ചെല്ലുമ്പോഴും ഉസ്താദിന്റെ ശിഷ്യന്മാർ ചെന്നിട്ട് പറയും, ഇമാമിന് ക്ഷീണുണ്ട്, പനിയുണ്ട്, ദ്വാരക്കണം. നഫീസത്ത് ബീവി അപ്പൊ ദ്വാരക്കുന്ന ഉത്തരം കിട്ടും. തിരിച്ചു കുട്ടികൾ വരുമ്പോഴേക്കും രോഗം സുഖാവും. അവസാനമായി നഫീസത്തുൽ മിസ്രിയ ബീവി ബഹുമാനപ്പെട്ട ഇമാം ഷാഫി തങ്ങൾക്ക് രോഗമായി കുട്ടികൾ വന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇനി ദ്വാരത്തിന്റെ കാര്യമില്ലാന്ന് പറഞ്ഞു. അമ്മമാർക്ക് ഓർമ്മ ഉണ്ടാവും. നഫീസത്തുമാലിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, കുട്ടികൾ വന്നിട്ട് പറഞ്ഞു ഉസ്താദിന് സുഖമില്ല. അപ്പൊ എന്താ പറഞ്ഞത്? അന്ന് ബീ ഗുണത്തിനായി തേട്ടമിൻ പകരത്തെ അഹദവല്ലിക്കാൻ അവർക്ക് നൽകിയിടട്ടുണ്ടേ. ഇനി ദ്വാരത്തിന്റെ കാര്യമില്ല, പടച്ചോണ്ടത്തേക്ക് പോയിക്കോട്ടെ, അതിന് സമയമായി എന്നാണ്. മാലയിലുള്ളതാണ്. ഇപ്പത്തെ പെണ്ണുങ്ങളോട് മാല എന്ന് പറഞ്ഞാൽ എത്ര പവനാന്ന് നോക്കും. ആ മാലയുള്ളത് താരീഖ. അപ്പൊ കുട്ടികൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ എങ്ങനെയാണ് പറഞ്ഞത്? ദ്വാരന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോ ഷാഫി ഇമാമിന്റെ അടുത്ത് കുറെ ശിഷ്യന്മാർ ഒക്കെ ഉണ്ട്, നല്ല രോഗമായിട്ട് കിടക്കുക. അതിന് പറഞ്ഞപ്പോ ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, ചൊന്നസാരം ഓർത്തെനിക്കുള്ള ജലിതന്നൂരത്തെ ചുറ്റു നിൽക്കുന്ന ആളരോടായി ഞാനിതിൽ മാരിത്തേ. ഞാൻ എന്തായാലും ഈ രോഗത്തിൽ മരിക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഇനി ചിന്തിക്കേണ്ട നിങ്ങൾ, ഞാൻ ഈ രോഗത്തിൽ മരിക്കുമെന്നതിന്റെ ഉറപ്പാണ് ബീവി പറഞ്ഞ വാക്ക്. അങ്ങനെ ഞാൻ മരിച്ചാൽ അന്ന് ബീ ഗുണത്തിനായി തേട്ടമിൻ പകരത്തെ അഹദവല്ലിക്കാൻ അവർക്ക് നൽകിയിടട്ടെന്തുത്തേ. അഹദവന്റെ ലിക്കാ കാണ്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞയച്ചത്. വന്നപ്പോഴോ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞ വാക്കുണ്ട്, ഞാൻ അങ്ങനെ മരിക്കുകയാണെങ്കിൽ എന്ന് വരികിൽ ബീവിയാളെ കൊണ്ടനൈ മയ്യത്തെ എണമാൽ തോളൂതിടിക്ക വേണമെൻ വസീയത്തെ. ഞാൻ അങ്ങനെ മരിക്കുകയാണെങ്കിൽ എന്റെ മയ്യത്ത് ബീവിനെ കൊണ്ടൊന്ന് നിസ്കരിപ്പിക്കണം എന്ന് പറഞ്ഞു. ഇമാം ഷാഫി തങ്ങളുടെ മയ്യത്ത് ഓൾഡ് കെയ്റോ പള്ളിയിൽ നിന്ന് കുളിപ്പിച്ചിട്ട് ദർസ് നടത്തിയ പള്ളിയിൽ നിന്ന് ശരിക്കും ഇമാം ഷാഫി തങ്ങളുടെ മയ്യത്ത് നിസ്കരിച്ചിട്ട് ആ മയ്യത്ത് എടുത്തിട്ട് മക്ബറയ്ക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് നഫീസത്തുൽ മിസ്രിയ ബീവിന്റെ വീട്ടിന് മുമ്പ് കൊണ്ടുപോയി വെച്ചു. 5 കിലോമീറ്റർ നടന്നിട്ട്. എന്നിട്ട് ഇമാം ഷാഫി തങ്ങളുടെ പ്രിയപ്പെട്ട ശിഷ്യൻ അബൂ യാക്കൂബുൽ ബുവൈത്തി തങ്ങൾ ഇമാമത്ത് നിന്ന് പുറത്ത് നിസ്കരിച്ചു. കുറച്ചാളുകളും ബാക്കി ബീവി വീട്ടിൽ നിന്ന് നിസ്കരിച്ചു. ബീവിന്റെ നിസ്കാരം ഇമാം ഷാഫി തങ്ങൾ ആഗ്രഹിച്ചു എന്നത് ജനങ്ങൾ അംഗീകരിച്ചു കൊടുക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. ഒരു കാര്യം അറിയോ നിങ്ങൾക്ക്? ഇന്നും ഈജിപ്തിൽ ഈ ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയയുടെ ഖബർ നമ്മൾ സന്ദർശിച്ചാൽ, ബീവിന്റെ ഖബർ ബീവിന്റെ വീടായിരുന്നു. ആ വീട്ടിൽ ബീവി അവിടെ താമസിക്കുന്ന കാലഘട്ടത്തിൽ ആയിരക്കണക്കിന് പരിശുദ്ധ ഖുർആൻ ഒരു ഖബർ കുത്തിയിട്ട് ഖബറിന്റെ ഉള്ളിൽ നിന്ന് തീർത്തു അവിടെ ബോർഡ് എഴുതി വെച്ചിട്ട്, ഞാൻ പറഞ്ഞല്ല, നല്ല മനോഹരമായ അറബി ഭാഷയിൽ എഴുതി വെച്ച ബോർഡിലുണ്ട്, സ്വന്തമായി ഖബർ കുത്തി ഖബറിറങ്ങിയിട്ട് ആയിരക്കണക്കിന് തവണ പരിശുദ്ധ ഖുർആൻ ഖത്തം തീർത്തു. ഖത്തം തീർത്തു എന്ന് മാത്രമല്ല, ബീവി ആ ഖബറിൽ തന്നെ കിടക്കാൻ ആഗ്രഹിച്ചു. പക്ഷെ മരിച്ചപ്പോ ഭർത്താവ് ഇസ്ഹാഖുൽ മുഅ്തമൻ എന്ന് പറയുന്ന തന്റെ ഭർത്താവ് തീരുമാനിച്ചു മയ്യത്ത് കൊണ്ടുപോകണം മദീനത്തേക്ക്. മക്കത്ത് ജനിച്ച് മദീനത്ത് വന്ന് മദീനത്ത് നിന്ന് ഇങ്ങോട്ട് വന്ന ആളാ. അഹ്ലു ബൈത്തപ്പെട്ട ഇമാം ജഅഫർ സാദിഖ് തങ്ങളുടെ മകൻ, ബഹുമാനപ്പെട്ട ജഅഫർ സാദിഖ് തങ്ങളുടെ പരമ്പരയിൽപ്പെട്ട ഇസ്ഹാഖുൽ മുഅ്തമനായി വിവാഹം കഴിച്ചത് ഈ പെൺകുട്ടി അഹ്ലു ബൈത്തപ്പെട്ട കുട്ടിയാ. അതുകൊണ്ട് നഫീസത്തുൽ മിസ്രിയ ബീവിയെ മദീനത്ത് കൊണ്ടുപോയി അഹ്ലു ബൈത്തിന്റെ കെട്ടി തന്നെ മറവ് ചെയ്യാൻ തീരുമാനിച്ചു. കൊണ്ടുപോകാൻ തീരുമാനിച്ച് ഇസ്ഹാഖുൽ മുഅ്തമൻ തങ്ങള് മയ്യത്തൊക്കെ നിസ്കരിച്ചത് പെട്ടിയിലാക്കി പിറ്റേന്ന് മദീനയ്ക്ക് പോകാൻ നിൽക്കുക. അപ്പോഴാ ഈജിപ്തുകാർ മുഴുവൻ വന്നിട്ട് പണ്ഡിതന്മാർ കൊണ്ട് കൊണ്ടുപോകാൻ പാടില്ല, ഈ ബീവിയെ കൊണ്ട് ഇവിടെ ഞങ്ങൾക്ക് ഒരുപാട് ഗുണം കിട്ടിയിട്ടുണ്ട്, ഇവിടെ തന്നെ നിർത്തണം എന്ന് പറഞ്ഞു. എന്തിനാണത്? പക്ഷേ ബഹുമാനപ്പെട്ട ഇസ്ഹാഖുൽ മുഅ്തമൻ എന്ന് പറയുന്ന ഭർത്താവ് സമ്മതിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ കൊണ്ടുപോകും, കാരണം ഉപ്പാപ്പ അവിടെയുള്ളത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുപോകും ഞാൻ പറഞ്ഞു. ഈജിപ്തുകാർ അന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല എന്ന ചരിത്രം പറയുന്നത്. മിസ്രിലെ പണ്ഡിതന്മാരും പ്രഗത്ഭരും അന്ന് രാത്രി കരഞ്ഞുകൊണ്ട് പടച്ചറപ്പിനോട് ദ്വാരുന്ന പടച്ചോനെ ഈ മയ്യത്തോട് കൊണ്ടുവരുത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് ഇസ്ഹാഖുൽ മുഅ്തമന്റെ പേരക്കുട്ടിന്റെ സ്വപ്നത്തിൽ വന്നിട്ടുണ്ട്, മോനെ ആ നാട്ടുകാർ ആഗ്രഹം അതാണെങ്കിൽ അവിടെ തന്നെ മറവ് ചെയ്തോട്ടെ. ബീവിയുടെ ഖബറും കുത്തിയിട്ടുണ്ടല്ലോ, ആ ഖബർ തന്നെ മറവ് ചെയ്തു. ജനങ്ങൾക്ക് സന്തോഷമായി. ഈ ബഹുമാനപ്പെട്ട ബീവി ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇമാം ഷാഫി തങ്ങളെ മയ്യത്ത് നിസ്കരിക്കണം. ഇമാം ഷാഫി തങ്ങളെ വസീയത്ത് ആരാണത്? ഇമാം ഷാഫി തങ്ങൾ
മലഅതാ തിബാകൽ അർളി ഇൽമൻ വഹിക്മതൻ കഅംബാഇ മൗലാന നബിയി മുഹമ്മദി. ഭൂലോകം മുഴുവൻ ഇൽമു കൊണ്ട് നിറക്കുന്ന ഒരു മഹാൻ വരുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ പണ്ഡിതനാണ് ഒരു പെണ്ണിനോട് ദ്വാരക്കാൻ പറയുന്നത് എന്താ? ആ മഹദിയുമായുള്ള ബന്ധം ആത്മീയമാണ്, അതുകൊണ്ട് ഗുണം കിട്ടുമെന്നത് കൊണ്ടാണ്. ഇന്നത്തെ കഥ അറിയുമോ നിങ്ങൾക്ക്? നഫീസത്തുൽ മിസ്രിയ ബീവി താമസിക്കുന്ന വീട് വികസിപ്പിച്ച് വലിയ പള്ളിയാക്കി. ആ പള്ളിയിൽ ഇന്ന് ചെന്ന് കണ്ടാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ഓരോ ഭക്തനും ഭക്തനല്ലാത്തപ്പോഴും മയ്യത്ത് ഇങ്ങനെ നിരന്തരം വരികയാണ്. ഞങ്ങൾ ഒരിക്കൽ സിയാറത്തിന് ചെയ്യുന്ന സമയത്ത് ഒരു നിസ്കാരം ഞങ്ങൾ നിസ്കരിച്ച് കഴിഞ്ഞപ്പോഴേക്കും 6 മയ്യത്തോണ്ട് നിസ്കരിച്ചു. 6 മയ്യത്ത് ഒരു നിസ്കാരങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും. ഇതെന്താ അവിടെ ഈ ജാതി മരണം നടക്കുന്നു തോന്നിപ്പോയി. ആദ്യത്തെ തവണ ഒരു അത്ഭുതം ഉണ്ടാവുമല്ലോ. അപ്പൊ ഇത്തവണ ഞങ്ങൾ ചെന്നപ്പോഴും ഞങ്ങൾ നിസ്കരിക്കാൻ കയറിയ സമയത്ത് 3 മയ്യത്ത് കൊണ്ടുവച്ചിട്ട് ഒന്നായിട്ട് ഭക്തന്റെ സമയത്തോട് ഭക്ത് കഴിഞ്ഞ് നിസ്കരിച്ചു കാത്തിരിക്കുക. എന്താ ഇങ്ങനെ ഒരു മരണം നടക്കുന്നുണ്ട് അവിടെ ചോദിക്കും. അപ്പൊ എന്താ സംഭവം? ഈജിപ്തിന്റെ ആ കെയ്റോയുടെയും ഈജിപ്ത് 2 ഭാഗമാണ്. ഗീസ കെയ്റോ 2 ഭാഗമാണ്. 2 ഭാഗം അപ്പുറപ്പുറം. ഗീസ കെയ്റോ 2 ഭാഗത്ത് എവിടെ മരിച്ചാലും ശരി, നല്ല മനുഷ്യന്മാരെ വീട്ടിൽ നിന്ന് ആര് മരിച്ചാലും ശരി, മയ്യത്ത് അവരെ മഹല്ല് നിസ്കരിച്ചിട്ട് ഈ പള്ളിക്ക് കൊണ്ടുവരും. അതെന്തിനാ? ഇമാം ഷാഫി തങ്ങളെ മയ്യത്ത് ബീവിനെ കൊണ്ട് നിസ്കരിക്കാൻ ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞില്ലേ? ഇമാം ഷാഫി തങ്ങളെ രാജകുമാരനെ പോലെ ജീവിച്ച പണ്ഡിതനാണ്. അവിടെ ജനങ്ങൾ മുഴുവൻ അംഗീകരിച്ചാളാ. രാജാവിനേക്കാൾ പവറായത് ഇമാം ഷാഫി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത്. ഇമാം ഷാഫി തങ്ങൾ അത് ചെയ്തത് കൊണ്ട് ഞങ്ങൾക്ക് ഈ ബീവിന്റെ അടുത്ത് മയ്യത്ത് നിസ്കരിപ്പിക്കണം. എല്ലാവരും മഹല്ലിൽ നിന്ന് മയ്യത്ത് നിസ്കരിച്ചിട്ട് ആംബുലൻസിൽ അവിടെ കൊണ്ടുവരും. ചുറ്റുപാട്ടൊന്നും ഒക്കെ മയ്യത്താൻ അവരെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ പള്ളിയിൽ നിന്നോ നിസ്കരിച്ചിട്ടുണ്ടാവും. മക്കബറിക്ക് അങ്ങനെ തന്നെ കൊണ്ടുപോകണം. എന്നാലും ശരി, അവിടുന്ന് നിസ്കരിച്ചിട്ട് ഈ പള്ളിയിലൊന്ന് കൊണ്ടുവന്നൊന്ന് നിസ്കരിപ്പിച്ചിട്ടേ പോകുള്ളൂ. മാത്രമല്ല ആ പള്ളിയിൽ മിമ്പറുടെ വലത് ഭാഗത്ത് ഒരു പ്രത്യേക സ്ഥലമുണ്ട്. വക്തിന്റെ ജമാഅത്തിന് മാത്രമേ അവിടെ ആള് നിൽക്കാൻ പാടുള്ളൂ. മസ്ബൂക്കായി പിന്നെ വന്ന് നിസ്കരിക്കുന്ന ആളുകൾ 2ാം ജമാഅത്തോ 3ാം ജമാഅത്തോ ആളുകൾ അവിടെ നിൽക്കാൻ പാടില്ല. എന്താ? ആ മക്കാൻ ഖാസുല്ലി സ്വലാത്തിൽ ജനായിസ, അത് മയ്യത്ത് നിസ്കരിക്കാൻ മാത്രമുള്ള സ്ഥലം. അവിടെ അപ്പോൾ നിൽക്കാൻ പാടുള്ളൂ. അവിടെ മയ്യത്ത് എപ്പോഴാ വരിക എന്നറിയില്ല. നമ്മൾ ഇപ്പുറത്ത് നിസ്കരിക്കുമ്പോൾ അവിടെ മയ്യത്ത് വരും. അത്ര പ്രധാനമായി ബീവിയെ എന്തുകൊണ്ട് അവർ കണ്ടു, ബഹുമാനിച്ചു പറയും നിങ്ങൾ? എന്തിനാ ഈജിപ്തുകാർ എപ്പോഴും മയ്യത്ത് നിസ്കരിച്ചിട്ട് ബീവിന്റെ പള്ളി കൊണ്ട് നിസ്കരിക്കുന്നത്? ബീവിയുടെ ആത്മീയമായി കിടക്കുന്നുണ്ട്, എന്നാലും ഇവിടെ നിസ്കരിച്ചു കൊണ്ടുപോവാ. ഇമാം ഷാഫി തങ്ങൾ ചെയ്താൽ ഇതാണ് മഹാന്മാരെ ചേരുന്നത്. മഹാന്മാരെ ബർക്കത്ത്, ഈ ബർക്കത്ത് നമ്മൾ ആഗ്രഹിക്കുക. അല്ലാതെ നമ്മൾ സ്വന്തം അമല് കൊണ്ട് എവിടെ എത്തൂല കൂട്ടരെ. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതര് പോലും പറഞ്ഞു, എനിക്ക് അള്ളാഹുവിന്റെ റഹ്മത്തിൽ എവിടെ എത്തൂല. അള്ളാഹുവിന്റെ റസൂൽ എങ്ങളും എത്തൂല എന്ന് വെച്ച് എത്തൂല. നമ്മളെ അമല് കൊണ്ടും ഇമാദത്ത് കൊണ്ടും സ്വർഗം പിടിക്കാന്ന് ആരും കരുതണ്ട. അത്രമാത്രം അള്ളാഹു നമുക്ക് ഔദാര്യം ചെയ്തു തന്നിട്ട് നമ്മളതിന് തിരിച്ചൊന്നും കൊടുത്തിട്ടില്ല. ശ്വസിക്കുന്ന ഓരോ ശ്വാസം മതി. നിങ്ങളെങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്താൽ ആസ്മ വന്നാൽ മതി. ഒരു ചെലവില്ലാതെ നിങ്ങൾ ശ്വസിക്കുന്ന വായുമണ്ഡലത്തിൽ കിട്ട് ശ്വസിക്കുക. ഓക്സിജൻ കയറ്റുക, കാർബൺ ഡയോക്സൈഡ് പുറത്തേക്കാണ് വിടുക. ആസ്മ വന്നാൽ ഈ പണിക്ക് ആശുപത്രി അഡ്മിറ്റ് മൂക്കത്ത് വെക്കും ഓക്സിജന്റെ പൈപ്പ്. ആശുപത്രി പോകുമ്പോൾ ബില്ലുണ്ടാവും. ഓക്സിജന്റെ ബില്ല് എത്ര ഉണ്ടാവും കണക്കുട്ടിയെ കൊണ്ട്? ഒരു ദിവസം നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജന്റെ ബില്ല് പഠിച്ചോടെ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? അല്ല നമുക്ക് ചെയ്യുന്ന നിയമത്ത് ചെറുതൊന്നുമല്ല. ആ നിയമത്തിന് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും അമല് ചെയ്തിട്ട് പടച്ചോന്റെ ബാധ്യത വീടൂല, ശുക്ർ ചെയ്യാൻ കഴിയില്ല. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് പറഞ്ഞില്ലേ, പടച്ചോനെ കൈഫ അഷ്കുറുക, ഞാൻ എങ്ങനെ നിനക്ക് നന്ദി ചെയ്യാ, എങ്ങനെ എനിക്ക് നന്ദി ചെയ്യാ? ശുക്രീ ലക നിഅമത്തുൻ, എനിക്ക് അനവന് ശുക്ർ ചെയ്യാൻ തോന്നുന്നതിന്റെ നിയമത്തല്ലേ? അള്ളാഹുവേ, ഞാൻ ശുക്ർ ചെയ്യാൻ എനിക്ക് തോന്നുന്ന ഈ തരുന്ന നിയമത്തല്ലേ? ആ നിയമത്തിൽ എനിക്ക് ശുക്ർ ചെയ്യാൻ പറ്റുമോ? അപ്പൊ അതൊരു നിയമത്താ. പിന്നെ ഈ നിയമത്ത് കൂടാണ്, പിന്നെ എങ്ങനെ ശുക്ർ വീടുക? അപ്പൊ അള്ളാഹു പറഞ്ഞു, അൽ ആന ശകർതനി യാ ദാവൂദ്, ഇപ്പോഴാണ് നിങ്ങൾ ശരിക്കും ശുക്ർ ചെയ്തത്. കാരണം എനിക്ക് ഈ തിരിച്ചറിവുണ്ടായപ്പോൾ നിങ്ങൾ ശാക്കിറായത്. അപ്പൊ നമ്മൾ നോക്കണം, നമ്മളെങ്ങനെ ശാക്കിറാവും? അപ്പൊ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, നമുക്ക് സ്വർഗം കിട്ടണമെങ്കിൽ, പടച്ചറബിലേക്ക് എടുക്കണമെങ്കിൽ വലിയ മഹാന്മാരെ ഒട്ടി നിന്നാ മതി. നല്ലതിന്റെ സാലിഹ്യങ്ങളെ കൂടെ നിൽക്കണം. അതുകൊണ്ട് നിനക്ക് ഒരുപാട് സ്വലാഹിയത്ത് ഗുണം കിട്ടും. കാരണം ആ മഹാന്മാരായ ആളുകൾ, നല്ലവരായ ആളുകൾ ഭൂമുഖത്ത് പ്രഭ പരത്തുന്ന ചന്ദ്രനെ പോലെയാണ്. മഹാനായ മഹമൂദുൽ കാഹിരി തങ്ങൾ അവിടെ തന്നെ ഒരു ഉദാഹരണം എഴുതി വെച്ചു. ഫിലോസഫി, തത്വശാസ്ത്രം. ഓടയിലൂടെ ഒഴുകുന്ന ഡ്രെയിനേജിലെ വെള്ളം
അതെത്ര വൃത്തികെട്ട വെള്ളമാണെങ്കിലും ശരി, ഇതാമാസാര മുഹത്തലി തമ്പിമാ ഈ നെഹ്റിൻ, ഒരു പുഴയിലെ വെള്ളത്തിലേക്ക് ഒഴുകി ചെന്ന് ചേർന്ന് കഴിഞ്ഞാൽ സാലത്തു അൻഹു അക്ദാർ, അതിന്റെ മുഴുവൻ തിന്മകളും നീക്കപ്പെട്ടു, നീങ്ങിപ്പോയി. നമ്മളെ കക്കൂസല വെള്ളത്തിന്റെ വൃത്തികേട് എനിക്കും നിങ്ങൾക്കും അറിയാം. ആ വെള്ളം നേരെ ഒഴുകിയിട്ട് പുഴയിലേക്ക് ചേർന്നാൽ പുഴയിൽ നമ്മൾ കുളിക്കുന്നു, അലക്കുന്നു. എന്താ കാരണം? വൃത്തികെട്ട കുറച്ച് സാധനം വിശാലമായ നല്ലതിലേക്ക് ചേർന്നാൽ ഒരു കുഴപ്പവും വരാനില്ല. നമ്മൾ എത്ര മോശക്കാരാണെങ്കിലും നല്ലവരുടെ കൂടെ നമ്മൾ നിന്നാൽ അതിന്റെ ഗുണം നമുക്ക് കിട്ടും. ആ ഒരു ഗുണബോധം നമ്മുടെ മനസ്സിലുണ്ടോ? അതാണ് മജ്ലിസുൻ നൂറിന്റെ പ്രത്യേകത, അതാണ് മൗലിദിന്റെ പ്രത്യേകത, അതാണ് ഹദ്ദാദ് റാത്തീബിന്റെ പ്രത്യേകത. ആ കൂടി നമ്മൾ സ്വാലിഹീങ്ങളോടൊപ്പം ചെന്നുകൊണ്ട് ചെയ്യുമ്പോ, ഒന്ന് പടച്ചറബിനോട് ചോദ്യമുണ്ട്, രണ്ട് മുജാലസാത്തു സ്വാലിഹീനുണ്ട്. ഒരു മനുഷ്യന്റെ നന്മയിൽ ഏറ്റവും പ്രധാനം നല്ലവരുടെ കൂടെ ഇരിക്കലാണ്. അങ്ങനെ മനുഷ്യന്റെ നന്മയിലേക്ക് വഴി നടക്കലാണ്. അവിടെയാണ് നമ്മൾ സമത്തെ മനസ്സിലാക്കേണ്ടത്. എന്തിനാ നമ്മൾ സമത്തിന്റെ കൂടെ കൂടിയത്? എന്തിനാ നമ്മൾ സമത്തയുടെ കൂടെ നിൽക്കുന്നത്? ഉമ്മമാര് ശ്രദ്ധിക്കണം. ഞാൻ ചോദിക്കട്ടെ, സമത്തയുടെ കൂടെ നിന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഗുണം കിട്ടുമോ? ഇപ്പൊ ഉസ്താദായിരിക്കുന്നു, മരക്കാർ ഉസ്താദായിരിക്കുന്നു, സമത്തയുടെ മുഷാവറാമ്പറാണ്. അദ്ദേഹം കാലങ്ങളോളം ദർസ് നടത്തി. ഇപ്പോഴും അദ്ദേഹം ദർസ് സാധ്യമാകുന്ന വിധം നടത്തിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കട്ടെ. എന്തിനാ അദ്ദേഹം സമത്തയിൽ അംഗമായി സമത്തന്റെ മുഷാവറാങ്ങോക്കായത്? എന്തിനാ ഗണ്യത്ത് ഉസ്താദ് ഈ സമൂഹത്തിന് മുമ്പിൽ ഒരു സംഘടന ഉണ്ടാക്കി കൊണ്ടുവന്നത്? എന്തിനാ സമത്വം ഉണ്ടായത്? ഈ സമത്വം ഇവിടെ ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ, എന്റെ ശബ്ദം കേൾക്കുന്ന മുത്ത മോമിനിങ്ങൾ മനസ്സിലാക്കണം, സമത്വം ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ ശരിക്കും മനസ്സിലാക്കാൻ നമുക്ക് കഴിയുമായിരുന്നില്ല. ഇന്ത്യ മഹാരാജ്യത്തെ മൊത്തം സമൂഹത്തിന്റെ അവസ്ഥ ഒന്ന് പരിശോധിച്ചു നോക്കുക. 4 കോടി മുസ്ലിങ്ങൾ അധിവസിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. 3 കോടി മുസ്ലിങ്ങൾ വസിക്കുന്ന ഒരു പ്രദേശമാണ് പശ്ചിമ ബംഗാൾ. അവിടെ ഒന്നുമില്ലാത്തൊരു അന്തസ്സും ഇസ്ലാമിക ബോധവും എന്തേ നമുക്കുണ്ടായത്? എന്തേ നമ്മൾ ഇത്രമാത്രം ഉയർന്നു പൊങ്ങി വന്നത്? ഒരു കാരണവും അതിന് അന്വേഷിക്കേണ്ട, ഇൽമ് പഠിച്ചു എന്നതുകൊണ്ട് മാത്രമാണ്. ആലിമീങ്ങളെ വാർത്തെടുക്കാൻ സമത്വം നമ്മളെ പഠിപ്പിച്ചു, ഇൽമിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു. ഈ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന സംഘടന ഇവിടെ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന്റെ മറുപടി ദീൻ പഠിപ്പിച്ചു എന്നുള്ളതാണ്. നിങ്ങൾ സമത്വയുടെ മഹത്വം മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ നമ്മുടെ നാട്ടിൽ ഇത്ര പ്രസിദ്ധമായത്? സമത്വം ഇത്രമാത്രം പ്രസിദ്ധമാകാൻ കാരണം പ്രധാനപ്പെട്ട 2-3 കാരണങ്ങളാണ്. ഒന്നാമത്, ഉയർത്തിപ്പിടിച്ച ആദർശത്തിന്റെ മഹത്വം. സുന്നത്ത് ജമാഅത്തിന്റെ ശരിയായ ആദർശമാണ് ഉയർത്തിപ്പിടിച്ചത്. അഹ്ലു സുന്നത്തി വൽ ജമാഅ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തിന്റെ പ്രത്യേകത സത്യമാണ്. ആ സത്യം ജനങ്ങൾക്ക് മനസ്സിലാകും, ബോധ്യപ്പെടും. നമ്മൾ മരിച്ച വീട്ടിൽ ഒരു ഖുർആൻ ഓതാൻ എന്താ കുഴപ്പമുള്ളത്? നാണം വർത്തമാനം പറയാം, ഖുർആൻ ഓതാൻ പാടില്ല എന്ന് ചിലർ പറയും. നിങ്ങൾക്ക് പറ്റുമോ? നമ്മളെ വാപ്പാന്റെ മയ്യത്ത് കൊണ്ടുപോയി അടക്കിയിട്ട് പിന്നെ കബറിന്റെ അടുത്തേക്ക് തിരിഞ്ഞു നോക്കണ്ടെന്നാ പറയുന്നത്. ബാപ്പാക്ക് ഒരു മൗലിദ് ഓതി ദുആ ചെയ്താൽ ശരിയല്ല എന്നാ പറയുന്നത്. നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? നമ്മളെ പോറ്റി വളർത്തിയ ബാപ്പാക്കും ഉമ്മാക്കും മരണാനന്തരം നമുക്ക് കുറച്ച് ആളുകളെ വിളിച്ച് ഭക്ഷണം കൊടുത്ത് പ്രാർത്ഥിച്ചാൽ എന്റെ ഗുണം കിട്ടൂലേ? അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ സ്വഹാബത്തിനോട് അങ്ങനെ പഠിപ്പിച്ചിട്ടില്ലേ? ഖദീജ ബീവിയുടെ കൂട്ടുകാരികൾക്ക് അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ മാംസം വിതരണം ചെയ്തിട്ടില്ലേ? എന്തിനാ മരിച്ചാളെ പേരിൽ സന്തോഷിക്കുന്നത്? ഇങ്ങനെ നമ്മൾ മരിച്ചവരുടെ പേരിൽ ഇതുപോലെ ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ ജീവിച്ചിരിക്കുന്നവർക്ക് അതിന്റെ ഗുണം കിട്ടുന്നുള്ളതുകൊണ്ടാണ്. നമുക്കും ഗുണം കിട്ടും, മരിച്ചവർക്കും കിട്ടും. അതാണ് എന്റെ പ്രത്യേകത. ഇവിടെ നമ്മൾ ബദരീങ്ങളുടെ പേരിൽ നല്ലൊരു സഹസ്രത്തിൽ അവർക്ക് അതിന്റെ പുണ്യമുണ്ട്, നമുക്കുണ്ട് പുണ്യം. അവർക്ക് കിട്ടുന്നതിനേക്കാൾ പുണ്യം നമുക്ക് കിട്ടും. കാരണം എന്താ? ബർക്കത്ത്. അതുകൊണ്ടാണ് പരിശുദ്ധ ദീൻ ഇത് പഠിപ്പിച്ചത്. അവിടെ നിൽക്കണം നമ്മള്. അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത്, അവിടെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഉമ്മത്തിന് നൽകിയ വരദാനമാണ് സമത്വ. പഠിക്കണം നിങ്ങൾ. ഈ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ കേരളത്തിൽ 10,000-ഓളം മദ്രസകൾ നടത്തുന്നത്. എങ്ങനെ ഈ 10,000 മദ്രസ സമത്വ കെട്ടിപ്പൊക്കി? കേരളത്തിൽ ഏകദേശം 13,000-ഓളം സ്കൂളുണ്ട്. 13,000-ഓളം വരുന്ന സ്കൂളുകളിൽ പകുതിയിലധികവും പ്രൈവറ്റ് സ്കൂളുകളാണ്. സ്വകാര്യ വ്യക്തികളുടെ കെട്ടിടത്തിൽ നടത്തുന്ന സ്കൂളാണ്. എയ്ഡഡും അൺഎയ്ഡഡുമാണ് കൂടുതൽ. ഗവൺമെന്റ് സ്കൂൾ കുറവാ, കണക്കെടുത്തു. എന്നാൽ ഒരൊറ്റ മദ്രസയും സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിലില്ല, സമുദായത്തിന്റെ കെട്ടിടം. നമ്മളാണ് മുൻപന്തിൽ. എങ്ങനെ സമുദായം ഇതിന് പണം കൊടുത്തു? സർക്കാർ നമ്മളെ നികുതി പണത്തിൽ നിന്നാണ് അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത്. നമ്മളെ മഹല്ലത്ത് നമ്മളെ പൈസ മാത്രം എടുത്താ കൊടുക്കുന്നത്. നമ്മളെ പണമെടുത്ത് കൊടുത്തുകൊണ്ട് അധ്യാപകരെ നിർത്തുന്നു. നല്ല രീതിയിൽ മദ്രസ മുന്നോട്ടുണ്ട്. ആരത് പഠിപ്പിച്ചത്? ഉത്തരേന്ത്യക്ക് ഈ സംസ്കാരമില്ല. ഇത് നമുക്ക് പഠിപ്പിച്ചത് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ. എങ്ങനെ ജനങ്ങൾ ഇതിനോട് അറ്റാച്ച്മെന്റ് ഉണ്ടായി? അതിന്റെ കാരണം ഒന്ന് ആദർശം, രണ്ടാമത്തേത് ഇത് കൊണ്ടു നടന്ന മഹാന്മാരെ ജീവിത വിശുദ്ധി.
നിങ്ങൾക്കറിയോ 926 സമത്തെ കടന്നു വരുമ്പോൾ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ അതിൽ മെമ്പറാ. ആ മഹാൻ എന്തുമാത്രം ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തിയ മഹാന്. കണ്ണിയത്ത് ഉസ്താദ നമ്മുടെ മാതൃക, ശംസുലമയാണ് നമ്മുടെ മാതൃക. അള്ളാഹു ആ രണ്ട് മഹാന്മാരുടെയും ഖബറുകളെ വിശാലമാക്കി കൊടുക്കട്ടെ. അള്ളാഹുവെ അവരെ കൂടെ പരലോകത്തിൽ ഞങ്ങൾക്ക് സ്വർഗപ്രവേശം നൽകണേ തമ്പുരാൻ. രണ്ട് മഹാന്മാർ. ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് ജീവിച്ചിരിക്കുന്ന കാലത്ത് സമത്തയുടെ അമരത്ത അറിയോ? ആ മഹാൻ വാഴക്കാട്ടാ ജീവിച്ചത്. പോയി ചോദിച്ചു നോക്ക്. വാഴക്കാട്ട് ഒരു കറാഹത്ത് പോലും തന്റെ ജീവിതത്തിൽ ചെയ്യാത്ത ഒരു മനുഷ്യൻ, സൂക്ഷ്മത എന്ന് പറയുന്ന ജീവിതത്തിൽ പകർത്തിയ മനുഷ്യൻ, വറഅ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ മുഖമുദ്രയാണ്. മരിക്കാനായ കാലത്ത് ഇപ്പോഴും വാഴക്കാട്ടുകാർ അദ്ദേഹത്തിന്റെ ഹാദിമീങ്ങൾ പറയും, മക്കൾ പറയും, ബാത്റൂമിലേക്ക് അദ്ദേഹത്തെ എടുത്താ കൊണ്ടുപോവുക. ബാത്റൂമിലേക്ക് ഒരു ദിവസം അദ്ദേഹത്തെ ബാത്റൂമിലേക്ക് കയ്യിൽ ഇങ്ങനെ എടുത്തു കൊണ്ടുപോകുന്ന സമയത്ത് ഒരു കാലം തൂക്കിയിട്ടിരിക്കുന്നു, ഒരു കാലം നേരെ നിൽക്കുന്നു. അങ്ങനെയാണല്ലോ വയസ്സായ കാലം അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കും. ഒരു കാലം തൂക്കി, ഒരു കാലം ഇങ്ങനെയാ. ബാത്റൂമിലേക്കാണ് കയറി. കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു ഉടനെ പുറത്തിറങ്ങാം. ഇരിക്കാൻ സമയങ്ങളോ ഉടനെ പുറത്തിറങ്ങണം. പറഞ്ഞാ പിന്നെ അനുസരിക്കാതെ കൊടുത്തില്ല. പുറത്തിറക്കിയപ്പോ അദ്ദേഹം പറഞ്ഞു ഇനി കയറ്റിക്കോ. അപ്പൊ എന്താ വ്യത്യാസം? ബാത്റൂമിലേക്ക് അദ്ദേഹം കാലുകൾ തൂക്കിയിട്ട് അദ്ദേഹത്തെ ഇങ്ങനെ താങ്ങി പിടിച്ച് കയറ്റല്ലേ. അദ്ദേഹം ബാത്റൂമിൽ ഇങ്ങനെ ഇരുന്നു കാല്. രണ്ടാമത് കയറുമ്പോഴോ കാലം ഇങ്ങനെ, ഇടത്തെ കാലം മുന്തിക്കണം. ആദ്യം പോയത് വലത്തെ കാലാണ്. നടക്കുമ്പോഴല്ല, ഏറ്റിക്കൊണ്ടുപോകുന്ന സമയത്ത് പോലും വലത്തെ കാലം മുന്നിലായപ്പോ തിരിച്ചടക്കാൻ പറഞ്ഞു. ഒരു സുന്നത്ത് പോലും തന്നെ നമ്മൾ ശ്രദ്ധിക്കോ? നമുക്ക് പ്രായമാവുന്ന കാലത്ത് ആ ബോധം നമുക്കുണ്ടാവുമോ? മരണത്തോടടുത്ത കാലത്ത് ബാത്റൂമിലേക്ക് ഒന്ന് എടുത്തു കൊണ്ടുപോയപ്പോ വലത്തെ കാലം മുന്തിയപ്പോ പിരിച്ചിട്ട് പറഞ്ഞു ഇടത്തെ കാലം മുന്തിച്ച് കയറ്റണം എന്ന് പറഞ്ഞു. ഒരു സുന്നത്ത് പോലും കളയാതെ ജീവിച്ച മഹാൻ. അവരൊക്കെ കയ്യെ പൊന്തിച്ച പടച്ചറപ്പ് ഉത്തരം കൊടുക്കും. ഓർക്കോ നിങ്ങൾക്ക്? അതാണ് റഈസുൽ മുഹഖഖീൻ. ആ കണ്ണിയത്ത് ഉസ്താദിന്റെ ജീവിതകാലത്ത് ചെയ്ത സുഹൃത്തുക്കളെ കുറിച്ച് പഠിക്കണം നിങ്ങൾ. ഞാൻ ഇപ്പോഴും കാസർഗോഡ് പോകുമ്പോൾ കാസർഗോട്ടെ പ്രിയപ്പെട്ട പൗരപ്രമുഖന്മാർ പറഞ്ഞത് ഇപ്പോഴും എന്റെ ഓർമ്മ. ഞാൻ പല സ്ഥലത്തും പ്രസംഗിച്ചിട്ടുണ്ട്. കാസർഗോഡ് തുരുത്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് തുരുത്തി കണ്ണിയത്ത് ഉസ്താദ് തുരുത്തിയിലെ മുദരിസയും, തുരുത്തിയിലെ അഹമ്മദ് ഹാജി എന്ന് പറഞ്ഞ വലിയൊരു തറവാട്ടുകാരനവരുണ്ടേ. അഹമ്മദ് ഹാജി മരണപ്പെട്ടു പോയപ്പോൾ കണ്ണിയത്ത് ഉസ്താദിനെ വിളിച്ചു. കണ്ണിയത്ത് ഉസ്താദ് മരണ വാർത്ത അറിഞ്ഞു വന്നു. ഉസ്താദല്ലേ ആ മഹലിലെ മയ്യത്തെടുക്കാൻ ഉസ്താദ് ദ്വാ ചെയ്തിട്ട് മയ്യത്തെടുക്കാൻ ഉസ്താദ് വന്നു. ഉസ്താദ് ദ്വാരക്കാൻ വന്ന സമയത്ത് അഹമ്മദ് ഹാജിയുടെ മൂത്ത മകൻ ബാപ്പ ഉപയോഗിച്ചിരുന്ന നല്ലൊരു വാച്ച്, അന്നൊക്കെ ആ വാച്ച് തന്നെ വലിയ വിലയുള്ള വാച്ചാ, ഇന്നത്തെ പോലെയല്ല. 960കളുടെ കഥയാണ് ഈ പറയുന്നത്. കണ്ണിയത്ത് ഉസ്താദിന്റെ കയ്യിലേക്ക് ഒരു വാച്ച് കൊണ്ട് കൊടുത്തിട്ട് പറയുന്നത് ബാപ്പ ഉപയോഗിച്ചിരുന്ന വാച്ചാണ്, നിങ്ങൾ ഉപയോഗിച്ചോളൂ, ഇത് ഉസ്താദിനാണ് എന്ന് പറഞ്ഞു. ഉസ്താദ് ആ വാച്ച് ഇങ്ങനെ തൂക്കി പിടിച്ചിട്ട് ഉസ്താദ് സ്വഭാവം ഉറക്കെ ചോദിക്കും. കണ്ണിയത്ത് ഉസ്താദ് ആ വാച്ച് ഇങ്ങനെ പിടിച്ചിട്ട് ചോദിച്ചു, മോനെ നിങ്ങൾ എത്ര മക്കളുണ്ട് എന്ന് ചോദിച്ചു. ഈ വാച്ചും മക്കളും തമ്മിൽ എന്താ ബന്ധം? അതല്ലേ ഉസ്താദിന്റെ പ്രത്യേകത. കുട്ടി പറഞ്ഞു ഞങ്ങൾ ഇത്ര മക്കളുണ്ട്, എണ്ണം പറഞ്ഞു കൊടുത്തു. ഇളയ കുട്ടിക്ക് എത്ര പ്രായം എന്ന് ചോദിച്ചു. 10 വയസ്സായിട്ടില്ല എന്ന്. അപ്പൊ ഉറപ്പാ യതീമാണ്. അപ്പൊ ഇക്കണ്ട മക്കളൊക്കെ ഉണ്ട്, ഏകദേശം 8-9 മക്കളുണ്ട്. ഒരു കുട്ടി യതീമുമാണ്. ബാപ്പാന്റെ ഈ സ്വത്തിൽ ആ യതീം കുട്ടി അടക്കം നിന്റെ അനുജന്മാർക്കും അനുജത്തികൾക്കൊക്കെ അവകാശമില്ലേ? അവരുടെ മുഴുവൻ അവകാശം എനിക്ക് തരാൻ ആരാ നിനക്ക് അധികാരം തന്നതെന്ന് ചോദിച്ചു. അപ്പം കൊടുത്തു കുടുങ്ങിപ്പോയി. ആ ചോദ്യത്തിന് മുമ്പിൽ അവൻ പതറി. നമ്മളാണെങ്കിൽ ചോദിക്കോ? നമ്മളാണെങ്കിൽ ചോദിക്കൂലല്ലോ. ഒരു സാധാരണ മുസ്ലിയാർക്ക് അത് കൊടുത്താൽ എന്താ ഉണ്ടാവുക? വേണ്ടിന്നില്ല എന്ന് പറഞ്ഞ കൈമ കെട്ടി പോയിട്ടുണ്ടാവും. നേരെ മറിച്ച് ആ ചോദിച്ച ചോദ്യം ഈ കുട്ടി പതറിപ്പോയി. അവന്റെ അമ്മാവൻ ഇടപെട്ടു, ബന്ധുക്കൾ ഇടപെട്ടു. അത് ഞങ്ങൾ കൊടുക്കാം, അവരവകാശം എത്ര ഉണ്ടെങ്കിലും ശരി, ഇതിന് എത്ര വരുന്ന കണക്കൂട്ടി അവർക്കൊക്കെ ഞങ്ങൾ കൊടുത്തോളാം, അല്ലെങ്കിൽ പൊരുത്തപ്പെടിച്ചോളാം, അത് ഞങ്ങൾ കൊടുക്കാം. അടുത്ത ചോദ്യം വന്നു, ആരായി ഞങ്ങൾ ചോദിച്ചു. ഒരാൾ വേണ്ടേ? ഞങ്ങൾ പറഞ്ഞാൽ മതി. അവൻ കുടുങ്ങി. അവസാനം ഒരാളത് ഏറ്റെടുത്തു. ഞാൻ ആ ബാധ്യത നിർവഹിക്കും. ഈ നിർവഹിക്കോ? ഞാൻ നിർവഹിക്കും. എന്നാ ഞാൻ അത് സ്വീകരിച്ചു, കീശയിൽ വെച്ചു, നിർദ്വാരം. മരിച്ചുപോയൊരു മനുഷ്യന്റെ മകൻ കൊണ്ടുപോയി കൊടുത്ത വാച്ച് വാങ്ങാൻ ഉസ്താദ് കാണിച്ച സൂക്ഷ്മതകൾ മനസ്സിലാക്കണം. അതാണ് റഈസുൽ മുഹഖഖീൻ. മിസ്കാലു ഹബ്ബത്തിൻ മിനൽ വറഇ ഖൈറും മിൻ അൽഫി മിസ്കാലിൻ മിനസ് സൗമി വസ്സലാ. മഹാന്മാരായ തസൗഫിന്റെ പണ്ഡിതന്മാർ അതിന്റെ അടിത്തറ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, മിസ്കാലു ഹബ്ബത്തിൻ മിനൽ വറഇ, വറഇൽ നിന്നുള്ളൊരു കടുകുമണി തൂക്കം ഒരു മിസ്കാൽ ഹബ്ബ, ഖൈറുൻ അതാണ് ഉത്തമം, മിൻ അൽഫി മിസ്കാലിൻ മിനസ് സൗമി വസ്സലാ. 1000 നിസ്കാരത്തെക്കാളും നോമ്പിനെക്കാളും ഫലപ്പെടുക ഈ സൂക്ഷ്മതയാണ്.
ഒന്ന് ചിന്തിക്കണേ എന്റെ ശബ്ദം കേൾക്കുന്നവർ. അത്ര വലിയ സൂക്ഷ്മത പുലർത്തിയ മഹാനാണ് റഈസുൽ മുഹഖഖീൻ. ആ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ ജീവിച്ചിരിക്കുമ്പോൾ സമത്തെ എന്താണ് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചു. സമത്വക്ക് വേണ്ടി ബഹുമാനപ്പെട്ടവർ നിലകൊണ്ടു. ഞാൻ ചോദിക്കട്ടെ, ഇത്ര വലിയ സൂക്ഷ്മതയുള്ള കണ്ണിയത്ത് ഉസ്താദ് എന്തിനാ തന്റെ ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ നിർത്തിവെച്ചുകൊണ്ട് മഗ്‌രിബിന്റെ സമയത്ത് സമ്മേളനത്തിന് വന്നത്? ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിലേക്ക് പോകുന്ന അദ്ദേഹത്തിന് ഇഷ്ടമല്ല. ഔറാദ് മുടങ്ങും, അദ്ദേഹം സംസാരിക്കാൻ പോലും കൂട്ടാക്കൂല. നേരെ മറിച്ച് സമത്തന്റെ സമ്മേളനത്തിന് വന്നു. അതെന്തിനാ? കണ്ണിയത്ത് ഉസ്താദിനില്ലാത്ത ഒരു സൂക്ഷ്മതയുണ്ടോ നമുക്ക്? അദ്ദേഹം സംഘടനയെ പ്രോത്സാഹിപ്പിച്ചു. അതെന്തിനാ? ഈ ജംഇയ്യത്ത് വളർന്നാൽ അതുകൊണ്ട് ഈ ഉമ്മത്തിന് ഗുണമുണ്ട്. മരക്കാർ ഉസ്താദ് എന്തിനാ ദർസ് നിർത്തി വെച്ചുകൊണ്ട് സമത്തന്റെ സമ്മേളനത്തിന് പോകുന്നത്? ദർസ് നടത്തുന്ന കാലത്ത് അതുകൊണ്ട് ഉമ്മത്തിന് ഗുണമുണ്ടെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ്. ഉമ്മത്തിന് ഗുണമുള്ള കാര്യം ഉസ്താദുമാര് ചെയ്യുമ്പോൾ നമ്മളതിന്റെ കൂടെ നിൽക്കണം. അതുപോലെ തന്നെ കണ്ണിയത്ത് ഉസ്താദിന്റെ ഓരോ പ്രവർത്തനങ്ങളും നോക്ക് നിങ്ങൾ. ആ മഹാനായ മനുഷ്യൻ ദുആ ചെയ്താൽ പടച്ചറബ് സ്വീകരിക്കുമായിരുന്നു. ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ചെറുമുറ്റം എന്ന് പറയുന്ന സ്ഥലമുണ്ട് നമ്മുടെ ജില്ലയിൽ. ചെറുമുറ്റം നമ്മുടെ ജില്ലയിലാണ്. ആ സ്ഥലം സ്ഥിതി ചെയ്യുന്ന പുളിക്കലടുത്താണ്, വലിയ പറമ്പിനടുത്താണ്. നിങ്ങളൊന്ന് നാളെ പോകുമോ അവിടെ? നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടും. അവിടെ തല നിറച്ച കാരണവന്മാരുണ്ട്. വേനൽക്കാലത്ത് മഴ കിട്ടാതെ വിഷമിച്ച് ബുദ്ധിമുട്ടി ജനങ്ങൾ പെടാപ്പാടുപെട്ടപ്പോൾ ഒരു തുള്ളി വെള്ളം കിട്ടാതെ പെണ്ണുങ്ങളൊക്കെ വിഷമിച്ചപ്പോൾ ദൂരെ നിന്ന് കെട്ടിപ്പേറി വെള്ളം കൊണ്ടുവന്നുകൊണ്ട് ക്ഷീണിച്ച സഹോദരിമാർ എന്തെങ്കിലും ഒരു പരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അവരൊരു ദുആ സമ്മേളനം വെച്ചു. ഇതുപോലെ കണ്ണിയത്ത് ഉസ്താദിനെ കൊണ്ടുവന്നു. ഈ സ്ഥലത്തിന്റെ തൊട്ടപ്പുറത്ത് വാഴക്കാട്. ഉസ്താദ് വന്ന് ദുആ ചെയ്തു. ഉസ്താദ് പ്രത്യേകമായി ദുആ ചെയ്തു, യാ വദൂദ് യാ വദൂദ് യാ വദൂദ് ഫആലുൽ ലിമാ യുരീദ് യാ ദൽ അർശിൽ മജീദ് എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം ദുആ ചെയ്തു. ബഹുമാനപ്പെട്ട ആ ദുആ ജനങ്ങളെ മനസ്സിൽ തട്ടി. ജനങ്ങളൊക്കെ ആമീൻ പറഞ്ഞു. പിരിച്ചുവിട്ടു സദസ്സ് പിരിഞ്ഞു പോകുമ്പോൾ കണ്ണിയത്ത് ഉസ്താദ് വേദിയിലിരുന്നു കൊണ്ട് പറഞ്ഞു, ആരോടെന്നില്ലാതെ പറയുകയാണ്, മൈക്ക് ഓഫാക്കാൻ മറന്നുപോയിരുന്നു. അല്ലാഹുവേ, ഞാൻ നിന്നെ കണ്ടുകൊണ്ടാണ് മഴയെ ചോദിച്ചത്. നീ മഴ തരാതെ അഹമ്മദ് ഇവിടുന്ന് എഴുന്നേറ്റ് പോകൂല. കണ്ണിയത്ത് ഉസ്താദ് പറയണം, പടച്ചോനെ നീ മഴ തരാതെ അഹമ്മദ് ഇവിടുന്ന് എഴുന്നേറ്റ് പോകൂലെന്ന്. ആ വാചകം കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞത് എല്ലാവരും മൈക്കിലൂടെ കേട്ട് പോയവരൊക്കെ തിരിച്ചു. പോയവര് മുഴുവൻ തിരിച്ചു വന്ന് സദസ്സിൽ തന്നെ ഇരുന്ന് ഒന്നും മിണ്ടാൻ വയ്യ. അണ്യത്തൊന്നും പറയില്ല. മൈക്കൊക്കെ എടുത്ത് ചുനിയല്ലെന്നും പറയാ, പേടിയാ. എന്താണ് പറഞ്ഞ വാക്ക്? പടച്ചോനെ മഴപ്പണ് പെയ്യാതെ ഞാൻ ഇവിടുന്ന് എഴുന്നേൽക്കൂല. ആരാത് പറയാ? ആർക്കങ്ങനെ പറയാൻ ധൈര്യമുള്ളത്? ദുആയിൽ വിശ്വാസം അർപ്പിച്ചില്ല. തഖ്ലത്തോമിൻ റഹ്മത്തില്ല എന്നുള്ള ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പടച്ചോൻ തരുന്ന് ഉറപ്പിച്ചിട്ടാ പറയണത്. ആളുകൾ അന്തം വിട്ട് ഇങ്ങനെ ഇരുന്നു, ആരും പോണില്ല. സംഘാടകർ വിറച്ചു പോയി. ഇനി എന്താ ചെയ്യാ? മഴ പെയ്യാൻ ഞാൻ ആകെ വഷളായില്ലേ? മഴ പെയ്യാതെ ഞാൻ ഇവിടുന്ന് എഴുന്നേൽക്കൂല എന്നാണ് പറഞ്ഞു പോവാണ്. കണ്ണിയത്ത് ഉസ്താദ് അവിടെ ഇരുന്നു. ഒരു 5 മിനിറ്റ് ആരും മിണ്ടണില്ല, ആർക്കും മിണ്ടാനില്ല. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോ എവിടുന്നോ വമ്പിച്ചൊരു കാർമേഘം വന്ന് ഉരുണ്ടുകൂടി ഒരു ഒറ്റ മഴ പെയ്യല. ആ സദസ്സിലുള്ള മുഴുവൻ ആൾക്കാരും നനഞ്ഞു. കണ്ണിയത്ത് ഉസ്താദ് ഇറക്കാൻ നനഞ്ഞിട്ട് കൊട പിടിച്ചിട്ട് ആ സ്റ്റേജ് ഇറക്കിക്കൊണ്ടായി. ചുറ്റുവട്ടത്ത് അന്വേഷിച്ച് നോക്കുമ്പോ എവിടെയൊന്നും മഴയില്ല, അവിടെ മാത്രം മഴ. അള്ളാഹു ആ ചോദിച്ച ചോദ്യം നടപ്പാക്കി കൊടുത്തു. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ഇന്ന മിൻ ഇബാദില്ലാഹി മൻ ലൗ അഖ്സമ അലല്ലാഹി ലഅബറ. അള്ളാഹുവിന്റെ അടിമകൾ ചില മനുഷ്യരുണ്ട്, പടച്ചറബിനെ അണയിട്ടുകൊണ്ട് അവരൊരു കാര്യം പറഞ്ഞാൽ ലഅബറഹു, പടച്ചറബ് നടപ്പാക്കി കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹ് നടപ്പാക്കി കൊടുത്തു. അള്ളാന്റെ ഏറ്റവും നല്ല അടിമയാണ്. ചോദിച്ചാൽ നടപ്പാക്കി കൊടുത്തു. അങ്ങനെ ഉണ്ട് ആൾക്കാർ. ഉദാഹരണം താരേഖയിൽ ഇഷ്ടം പോലെ പറയാൻ സമയമില്ല. ഈ കണ്ണിയത്ത് ഉസ്താദ് മരിക്കുന്നത് 93 പഠിക്കണം. 93 കണ്ണിയത്ത് ഉസ്താദ് മരിക്കുന്നത്. 89, 90, 91, 92, 93 4 പൂർണ്ണമായ കൊല്ലം കണ്ണിയത്ത് ഉസ്താദ് തന്നെയാണ് സമത്തന്റെ പ്രസിഡന്റ്. കണ്ണിയത്ത് ഉസ്താദ് തന്നെയാണ് സമത്തന്റെ പ്രസിഡന്റ്. 89 കണ്ണിയത്ത് ഉസ്താദിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി പുതിയൊരു പ്രസിഡന്റിനെ കൊണ്ടുവന്നത് എന്തിനാ? എനിക്ക് മനസ്സിലായിട്ടില്ല. കണ്ണിയത്ത് ഉസ്താദിനെ പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റിയിട്ട് പുതിയൊരു പ്രസിഡന്റ് തെരഞ്ഞെടുത്ത് എന്തിനാണത്? ഈ ഉമ്മത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ. നിങ്ങൾ എന്ത് വിചാരിച്ചാലും വേണ്ടില്ല, എന്ത് മനസ്സിലാക്കിയാലും ആ പരിപാടി ഈ ഉമ്മത്തിനെ ഭിന്നിപ്പിക്കുന്ന പണിയായി പോയി. തെറ്റാണ്.
ആരോടും പറയാം, എവിടെയും പറയാം, അത് ശരിയായിട്ടില്ല. ഉമ്മത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പാടില്ല. കണ്ണിയത്ത് ഉസ്താദ് മരിച്ച ശേഷമാണെങ്കിൽ പിന്നെ ചിന്തിക്കാമായിരുന്നു. ഈ കറാമത്തിന്റെ ഉടമയായ കണ്ണിയത്ത് ഉസ്താദിനെ മാറ്റി നിർത്താൻ ധൈര്യം കാണിച്ച ശരിയോ തെറ്റോ നിങ്ങൾ ചിന്തിക്കണം. മനസ്സിലോടാണ് ഞാൻ ചോദിക്കുന്നത്. വരാൻ ഉമ്മമാരൊക്കെ ചിന്തിച്ചോ, ചെയ്യാൻ പാടില്ലാത്ത പണി. കണ്ണിയത്ത് ഉസ്താദ് ജീവിച്ചിരിക്കുന്ന കാലത്ത് പുതിയൊരു സംഘടന ഉണ്ടാക്കാൻ പാടില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം എന്താ? മഹാനായ ശംസുൽ ഉലമാ നവ്വറല്ലാഹു മർക്കദ, അല്ലാഹു മഹാന്റെ ഖബർ വിശാലമാക്കട്ടെ. ആരാ ശംസുൽ ഉലമാ? നിങ്ങൾക്കറിയോ? ശംസുൽ ഉലമാന്റെ മഹത്വം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഞാൻ ഒരു ചെറിയ ഉദാഹരണമാണ് ഈ പറഞ്ഞത്. പലപ്പോഴും ഞാൻ പറയുന്ന ഉദാഹരണം നിങ്ങളോട് പറയണമെന്ന് തോന്നിയതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇപ്പൊ വേണമെങ്കിൽ പോയാൽ കാണാൻ പറ്റും. മലപ്പുറം ജില്ലയിലെ, നമ്മുടെ ജില്ലയിലെ ഏലംകുളത്ത് ജനിച്ചു വളർന്ന് ഏലംകുളത്ത് താമസിക്കുന്ന ഒരു മനുഷ്യൻ, ചെറുവാളൂർ ഹൈദ്രോസ് മുസ്ലിയായിരുന്ന പേര്. ഈ ചെറുവാളൂർ ഹൈദ്രോസ് മുസ്ലിയാർക്ക് ചെറുവാളൂർ എന്ന് പേര് വരാൻ കാരണം തൃശ്ശൂർ ജില്ലയിലെ ചെറുവാളൂർ ദർസത്തി ഉണ്ടാണ്. ഇന്ന് അദ്ദേഹം ദർസ് നടത്തുന്ന സ്ഥലം എവിടെയാ? ഇന്ന് അദ്ദേഹം ദർസ് നടത്തുന്ന തൃശ്ശൂർ ജില്ലയിലെ ചെമ്മിനി ഡാമിന്റെ അടുത്താണ്. അവിടെ ദാറു തഖ്വ എന്ന് പറയുന്ന വലിയൊരു കോളേജ് ഉണ്ട്. ആ കോളേജ് നടക്കുന്നതിന്റെ വരുമാനം അദ്ദേഹം വല്ല മന്ത്രോ നൂലോ കൂതി കൊടുക്കുക, അതിന് പൈസ കിട്ടുന്ന അവിടെ കൊടുക്കുക. അങ്ങനെ ആ പ്രദേശത്ത് നിന്ന് അദ്ദേഹം അറിയപ്പെടുന്നു ചെറുവാളൂർ ഉസ്താദ് തന്നെയാണ്. ഈ ചെറുവാളൂർ ഉസ്താദ് തൃശ്ശൂരിൽ ജോലി ചെയ്യുന്ന സമയത്ത് പുലിക്കണ്ണിയിലെ ദാറു തഖ്വ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹത്തെ പോയപ്പോൾ കാണാം. പുലിക്കണ്ണി എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂരിൽ നിന്ന് പോയാൽ ചെമ്മനി ഡാമിന്റെ ഏകദേശം സമീപത്താണ് പുലിക്കണ്ണി. ഞാൻ പലപ്പോഴും ആ സ്ഥാപനത്തിൽ പോയിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം സമത്തിന്റെ മുഷാവറ പറ. ഞാൻ ഈ പറയുന്ന ആളെ ഹയാത്തുള്ള മനുഷ്യനാ. ഒരു സാധു ഉസ്താദിനെ കല്ല പരിചയ. അദ്ദേഹം തൃശ്ശൂർ ജില്ലയിലെ ചെറുവാലൂർ ദർശനത്തെ സമയത്ത് ചെവിക്കൊരു വേദന വന്നു. ഡോക്ടറെ സമീപിച്ചു. ഡോക്ടർ എക്സ്റേ എടുത്തു, പരിശോധിച്ചിട്ട് പറഞ്ഞു ചെവിന്റെ ഡ്രം ദ്വാരായിട്ടുണ്ട്, ഓപ്പറേഷൻ വേണം. നമുക്കറിയാം, എനിക്കും നിങ്ങൾക്കൊക്കെ പൊതുവെ അറിയാം, നമ്മുടെ ഒരു ഡോക്ടറെ തന്ന ഡോക്ടർ ഓപ്പറേഷൻ വേണമെന്ന്, ഓപ്പറേഷൻ വേണ്ടാന്ന് പറയണ വല്ല ഡോക്ടറുണ്ടെന്ന് പറഞ്ഞു നോക്കും. ഒരു 4 ഡോക്ടർമാരെ പോയിട്ട് തീരുമാനിക്കും. അദ്ദേഹം അതുപോലെ ചെയ്തു. 2-3 ഡോക്ടർമാരെ കണ്ടു. തൃശ്ശൂരിലെ പ്രസിദ്ധനാണ് ചാക്കോ ഡോക്ടർ. അയാൾ പറഞ്ഞു ഓപ്പറേഷൻ അല്ല, മാർഗമില്ല. നേരെ ചെന്ന് കോയമ്പത്തൂരിലെ ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചാലും പുറങ്ങെ തന്നെ 4-5 ഡോക്ടർമാരെ കാണിച്ചു, നിവൃത്തിയില്ല. അവസാനം ഓപ്പറേഷൻ തന്നെ വിധിച്ചു. എല്ലാ ഡോക്ടർമാരും ഒന്നും തന്നെ പറഞ്ഞാൽ നിവൃത്തിയില്ലല്ലോ. അങ്ങനെ ഓപ്പറേഷനൊക്കെ ചെയ്യാൻ തീരുമാനിച്ച് അദ്ദേഹം തീരുമാനമെടുത്ത് നേരെ ചെന്നു തന്റെ ഉസ്താദായ ശൈഖുന ശംസുൽ ഉലമയുടെ അടുത്തേക്ക്. ശംസുൽ ഉലമ അദ്ദേഹത്തിന്റെ ഗുരുനാഥനാണ്. ശംസുൽ ഉലമയുടെ അടുത്ത് എന്ന് പറഞ്ഞു, ഉസ്താദ് ഞാനിങ്ങനെ ചെവിക്കും വല്ലാത്ത പ്രയാസം, ദർശനത്തും വലിയ വേദന, പരിശോധിച്ചപ്പോൾ ദ്വാരാണ്, അതുകൊണ്ട് അത് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി, ചെവിയുടെ ഓപ്പറേഷനാ, അതുകൊണ്ട് കുറച്ച് ഗൗരവമുള്ള ഓപ്പറേഷനാ, ഉസ്താദ് ദ്വാ ചെയ്യണമെന്ന് പറഞ്ഞു. ശംസുൽ ഉലമ തന്റെ ആ ഗൗരവത്തിന് ഇരിക്കണം തന്റെ വീട്ടിലെ ആ ഉയർന്ന തിണ്ണയിൽ. ശംസുൽ ഉലമയെ അടുത്ത് കണ്ട ആൾക്കാർക്കറിയാം, അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെറിയ ബെഞ്ചല്ല, ഒരു സിമന്റിന്റെ തറയാ, അതിന്മേൽ ഒരു വിരിപ്പ് പോലും ഉണ്ടാവില്ല, ഒരു പായ മാത്രമേ ഉണ്ടാവും. ആ പായലിരിക്കുക, ഒരു കോസരി പോലും ഇടില്ല. അത്രയും ലളിതമായ ജീവിതമാണ് അദ്ദേഹത്തിന്. അവിടെ ഇങ്ങനെ ഇരിക്കും, ദിക്ർ ഇങ്ങനെ ചൊല്ലും, വേറെ മാർഗമൊന്നുമില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ നല്ല സുന്ദരമായ കട്ടിൽ, നല്ല ഫോമിന്റെ ബെഡിൽ ഇരിക്കാമായിരുന്നു. അങ്ങനെയൊന്നും ഇരുന്നിട്ടില്ല. ചെറുവാളൂർ ഉസ്താദ് ഇവിടെ താഴെ ഇരിക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ ഇരുന്നിട്ട് ഇത് പറഞ്ഞപ്പോ ശംസുൽ ഉലമ താഴോട്ട് ഇങ്ങനെ നോക്കിയിരുന്നു. ദ്വാരുന്നതുമില്ല, ഒന്നും ചെയ്തില്ല, ഒന്നും പറഞ്ഞില്ല. ഉസ്താദ് ദ്വാരക്കണം എന്നിട്ട് ഒന്നും പറയണില്ല. കുറെ സമയം ഇങ്ങനെ മിണ്ടാതെ തല താഴ്ത്തിട്ട് പിന്നെ തല പൊക്കിയിട്ട് പറയടാ, നിന്റെ കാര്യം ഞാൻ മുത്തുപേട്ട ദാവൂദുൽ ഹക്കീം തങ്ങളുമായി മുഷാവറ ചെയ്തിട്ടുണ്ട്, നീ പോയിക്കോ, അവിടേക്ക് ഫാത്തിഹ യാസിനോ കോതിക്കോന്നു. മുത്തുപേട്ട ശൈഖിനെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് എന്റെ കാര്യം എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ചെറുവാളൂർ ഉസ്താദ് വീട്ടിൽ പോന്നു, വേറൊന്നുമില്ല. വീട്ടിൽ വന്നു. അന്ന് അദ്ദേഹം തിരിച്ച് ജോലി സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചു. അസ്രായപ്പോഴേക്കും അദ്ദേഹം തൃശ്ശൂരെത്തി. അങ്ങനെ തൃശ്ശൂർക്കുള്ള വഴിയുടെ സമയത്ത് അദ്ദേഹം ഷൊർണൂർ ഇറങ്ങി. ഷൊർണൂർ ട്രെയിൻ, ഏലം കൊടുത്ത് ഷൊർണൂർക്ക് ട്രെയിൻ കയറി. ഷൊർണൂർ എത്തിയപ്പോൾ അദ്ദേഹത്തിന് അസർ നിസ്കരിക്കാൻ വേണ്ടി പള്ളി കയറേണ്ടി വന്നു. പള്ളി കയറി നിസ്കരിച്ചു കഴിഞ്ഞപ്പോൾ ക്ഷീണം വന്നു. അദ്ദേഹം പറയാം, ഇന്ന് അയാൾ ഹയാത്തിൽ ചോദിച്ചാൽ പറഞ്ഞിരുന്നു. ഒരു മനുഷ്യൻ പരസ്യമായിട്ട് അങ്ങനെ കളവെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. മാത്രമല്ല, ഇത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ ഭിന്നിപ്പുണ്ടാകുന്നതിന് മുമ്പ് സംഭവിച്ചത് അന്നേ അദ്ദേഹം പറയുന്നത്. അങ്ങനെ അദ്ദേഹം ക്ഷീണം വല്ലാതെ തോന്നിയപ്പോൾ ഒന്ന് കിടന്നുറങ്ങി. പള്ളിന്റെ സൈഡിൽ പോയിട്ട് ഉറങ്ങിയിട്ട് പോകാൻ തീരുമാനിച്ചു. അസറിന്റെ ശേഷം കിടന്ന പാടെ ഉറക്ക് വന്നപ്പോൾ അദ്ദേഹത്തെ ആരോ എടുത്തു കൊണ്ടുപോകുന്ന പോലെ അനുഭവപ്പെട്ടു. ഒരാശുപത്രിയിൽ എത്തിച്ചത് പോലെ അനുഭവപ്പെട്ടു. കുറെ സമയം കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോൾ ഒരു വേദന ഉണ്ട്, എന്തൊക്കെ അടയാളങ്ങൾ. ഡോക്ടറെ അടുത്ത് പോയി പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങളെ ചെവിയുടെ പ്രശ്നം തീർന്നല്ലോ, ആരാ ഓപ്പറേഷൻ ചെയ്തതെന്ന് ചോദിച്ചു. മുത്തുപേട്ട ദാവൂദുൽ ഹക്കീം തങ്ങളെ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാ ശൈഖുന ശംസുൽ ഉലമ പറഞ്ഞത്. നേരത്തെ എടുത്ത ആ എക്സ്റേയിൽ ശരിക്ക് ദ്വാരം കാണുന്ന ആ മനുഷ്യൻ പിന്നീട് എടുത്ത എക്സ്റേയിൽ ഒരു കുഴപ്പമില്ല.
ആരും ഓപ്പറേഷൻ ചെയ്തിട്ടില്ല. നിന്റെ കാര്യം ഞാൻ മുത്തുപേട്ട ദാവൂദിലേക്ക് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. ശൈഖുനാ ശംസുൽ ഉലമ പറയാം. നേരെ ചെന്നിട്ട് അദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. പരിശോധിച്ചു, ഒരു കുഴപ്പമില്ല. ആ മനുഷ്യൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഓപ്പറേഷൻ ചെയ്തിട്ടില്ല. 2 ചെവിയുടെ പ്രശ്നം പരിഹരിച്ചു. ഇത്ര വലിയ കറാമത്തിന്റെ ഉടമയാണ് ശൈഖുനാ ശംസുൽ ഉലമ. അറിയോ നിങ്ങൾക്ക്? മുത്തുപേട്ട ദർഗാ ഷരീഫ് നിങ്ങൾ എപ്പോൾ ചെന്നാലും ശരി, അവിടുത്തെ ഒരു കവിത തരുക. ആ കവിതയിൽ ശൈഖുനാന്റെ കവിതയാണ്. മുത്തുപേട്ട ദാവൂദിലേക്ക് തങ്ങളെ കുറിച്ച് അദ്ദേഹം എഴുതിയ മദ്ഹ് ഗാനമാണ്. ആ ഗാനത്തിന്റെ അവസാനം അദ്ദേഹം എഴുതി വെച്ച ബെയ്ത്തിന്റെ ദ്വാർക്കും കൂടി വേണ്ടത് ചെല്ലിയാൽ മതി. ശൈഖുന അവിടെ ചെല്ലുന്ന സമയത്ത് 4 രാത്രി അവിടെ ഉണ്ടായിരുന്നു. അതിൽ ആ ദിവസങ്ങളിൽ മുഴുവൻ അദ്ദേഹം 3 രാത്രിയും മക്കാം അടച്ചിട്ട് അതിന്റെ ഖാദിമികളിട്ട് ഉറക്ക ഈ ബെയ്ത്ത് ചെല്ലിച്ചു. ആ തവസ്സുൽ ബെയ്ത്ത് അതിന്റെ അവസാനം മുഴുവൻ തവസ്സുലാ. യാ റബ്ബനാ ബി ഹഖി ഹാദാ ശൈഖ് ദാവൂദൽ വലി ഇഫ്തഹൻ അബ്വാബ ബറകാതിൻ വ ഖൈരിൻ മുംതലി. ഇതിങ്ങനെ ചലിച്ചിട്ട് അദ്ദേഹം നമ്മൾ മജ്ലിസിനൂർ ചെല്ലുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്ന് ചൊല്ലിക്കോളി. ശൈഖുന ചൊല്ലിയതിലായിരുന്നോ കുഴപ്പം? യാ റബ്ബനാ ബി ഹഖി ഹാദാ ശൈഖ് ദാവൂദൽ വലി ഇദ്ഫഅൻ ഫഖറൻ വ ഫാകാതിൻ ബിദഫഇകൽ ജലീൽ ലാ ഇലാഹ. ഇങ്ങനെ ചൊല്ലിച്ചു എന്നാണ് പറയുന്നത്. ഇങ്ങനെ ചൊല്ലിച്ചു. അത്ര വലിയ ആത്മീയമായ സാന്നിധ്യം അദ്ദേഹത്തിന് ചില മഹത്തുക്കളുമായിട്ട് കൽബ് കൊണ്ട് നേടിയെടുക്കാൻ കഴിയും. അൽ അർവാഹു ജുനൂദും മുജന്നദ എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഷെയ്ഖിന്റെ പള്ളിയിലൊക്കെ വന്നിട്ട് അദ്ദേഹം ഇരുന്നിട്ട് ആ മക്കാമിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം നേരിട്ട് സംസാരിക്കുന്ന രംഗം പലരും കണ്ടിട്ടുണ്ട്. ഖബറോളിൽ സംസാരിക്കാൻ അത്ഭുതമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, കമാലുൽ ഹുമാം തങ്ങള് ഇബ്നുത്താവുന്ന തങ്ങളെ ഖബറിന്ന് ശബ്ദം കേട്ടുന്ന അവിടെ എഴുതി വെച്ചതല്ലേ. മഹാന്മാര് ഖബറിന്ന് സംസാരിക്കുകയും ഉമർ ഖാദി തങ്ങൾ നേരെ പറഞ്ഞില്ലേ, മരക്കാരെ ഞാൻ പോവാണ് ബ്രിട്ടീഷുകാരെ ജയിലിക്ക്, അപ്പോഴാ ഖബർ പൊട്ടിയത്. ഇതൊക്കെ മഹാന്മാർ എഴുതി വെച്ചല്ലേ. ഇപ്പോഴല്ലേ വെളിയും കൂടെ ഖബർ പൊട്ടിക്കിടക്കുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റിയ രീതിയിൽ മരക്കാർ പോലെ ഖബർ പൊട്ടിക്കിടക്കണില്ലേ വെളിയങ്കോട്ട്? എവിടെയാണ് ഖബർ? ഹാദാബി ഖുർബി മസാരി ശൈഖി ഖിസ്സതുഹു മഅലൂമത്തുൻ ശഖുൽ മദ്കൂറു ഹൈസു യുറാ. വെളിയങ്കോട്ട മൗലിദിലുണ്ട്. നമ്മൾ ചരിത്രം പഠിക്കാഞ്ഞിട്ടാ. മരക്കാരെ ഞാൻ പോവാന്ന് പറഞ്ഞവർക്ക് ഖബറൊരു പൊട്ട്. മരിച്ചു കിടക്കുന്ന മഹാന്മാര് മരിച്ച സകലം തീർന്നു നിങ്ങൾ കരുതണ്ട. അങ്ങനെ ഒന്നുമില്ല. മരണപ്പെട്ട് കിടക്കുന്ന മനുഷ്യർ അള്ളാഹു ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അവര് ഖബറിൽ അഹിയ ആണ് മഹാന്മാര്. വലിയ വലിയ ആലിമ്യങ്ങൾ ആരിഫ്യങ്ങളൊക്കെ അങ്ങനെ അവർ ഖബർ വെച്ച് സംസാരിച്ചു എന്ന് വരും. എന്താ തർക്കമുള്ളത്? അവര് ഖബറിൽ വെച്ച് സംസാരിച്ചു എന്ന് വരും. ഒക്കെ സ്വാഭാവികല്ലേ. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകയുടെ ഖതീബുർ റസൂൽ എന്ന് ചരിത്രം പേരിട്ട സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്നില്ലേ ചരിത്രം. മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ദേഹത്ത് ഒരു പടയങ്കി ഉണ്ടായിരുന്നതാലും എടുത്തോണ്ട് പോയി. ഖബറിൽ നിന്ന് അദ്ദേഹം തന്റെ ഒരു സുഹൃത്തിന് സ്വപ്നം കാണിച്ചു കൊടുത്തില്ലേ, ഞാൻ ഇന്ന സ്ഥലത്ത് ഒരു പടയങ്കി വെച്ചിരുന്നു, അത് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ആള്. അയാൾ ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. ഫീ കിദ്രിൻ, ഒരു പാത്രത്തിലാണ് വെച്ചിട്ടുള്ളത് പറഞ്ഞു കൊടുത്തു. ഫഅതി ഖാലിദ് ഇബ്നുൽ വലീദ്, ഖാലിദ് വലീദിനോട് ചെന്ന് പറയേ, ഖാലിദിനോട് ചെന്ന് എടുക്കാൻ പറയും, ഇന്ന സ്ഥലത്തുണ്ട്. ആളെ പറഞ്ഞ എടുത്തുകൊണ്ട് കൊണ്ടിരിപ്പിച്ചു. മരിച്ചു കിടക്കുന്ന ആള് സ്വപ്നം കാണിച്ചനുസരിച്ച് ഖാലിദ് വലീദ് റളിയല്ലാഹു തആല ആളെ പറഞ്ഞിട്ട് സാധനം അതുപോലെ കൊണ്ടുവച്ച ചരിത്രം താരീഖ് ഒന്ന് വായിച്ചാൽ കാണാൻ കിട്ടും. ഞാൻ വിശദീകരിക്കാത്ത സമയമില്ലാത്തതുകൊണ്ടാണ്. മരിച്ചു പോയാൽ പൂർണ്ണമായി പിരിഞ്ഞു പോയി എന്നൊന്നും കരുതണ്ട. അങ്ങനെയൊന്നും ഒരു വിശ്വാസമില്ല. അള്ളാഹുവിന്റെ ദീൻ ശരിക്കും വിശാലമായി പഠിച്ചാൽ അത്ഭുതമാണ്. മഹാന്മാർ അങ്ങനെയല്ലേ. ആ രീതിയിൽ ശരിക്കും മഹാന്മാരുമായി ബന്ധമുള്ള മനുഷ്യനാ ശൈഖുനാ ശംസുൽ ഉലമ. ആ ശംസുൽ ഉലമയുടെ ജീവിതം നോക്ക് നിങ്ങൾ. അദ്ദേഹം തന്റെ ജീവിതത്തിന്റെ അന്ത്യത്തിൽ ഏറ്റവും പ്രധാനമായി ചെയ്തൊരു കാര്യമാണ് വരക്കല മക്കാമ് വിലക്കെടുത്തു എന്നുള്ളത്. ആ വരക്കല മക്കാമ് വിലക്കെടുത്ത് ശൈഖുനെയാണ്. അതിന് അദ്ദേഹം പ്രേരിപ്പിച്ചു. എന്തിനാ? അദ്ദേഹം പറഞ്ഞു, എന്റെ ഖബർ അവിടെ ആയിരിക്കണം. വരക്കല മുല്ലക്കോയത്തങ്ങളെ സമത്തുണ്ടാക്കിയത്, സമത്വം ഉണ്ടാക്കിയ മഹാന്റെ അടുത്ത് ശൈഖുനാ ശംസുൽ ഉലമ മറുപടി കിടക്കാൻ എന്താ കാരണം? ബാനി ഹദ്റത്തിന്റെ അടുത്തേക്ക് അദ്ദേഹം എന്തിനാ പോയത്? സമത്ത എവിടെ നിൽക്കണമെന്ന് സംശയിക്കുന്ന ഒരു കാലം വരുന്ന ഉറപ്പാ. സമത്തയിൽ ഏറ്റവും കൂടുതൽ എതിർപ്പ് ആദർശത്തിന്റെ പേര് നേരിട്ടത് ശൈഖുനാ ശംസുൽ ഉലമയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം മരിക്കുന്ന സമയത്ത് തീരുമാനിച്ചത്, എനിക്ക് അവിടെ തന്നെ മറകണം. എന്താ കാരണം? അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർക്ക് ശേഷം ഏറ്റവും കൂടുതൽ എതിർപ്പ് നേരിട്ട സിദ്ദീഖ് തങ്ങളാ. സക്കാത്ത് കൊടുക്കൂല എന്നൊരു കൂട്ടര്, കള്ളപ്രവാചകന്മാര് രംഗത്ത്. സിദ്ദീഖ് തങ്ങൾ ഇത്ര വിഷമിച്ചൊരു കാലം ഉണ്ടായിട്ടില്ല. ഉറച്ചു നിന്നു എന്ന് മാത്രമല്ല, റസൂലുള്ളാഹിന്റെ കാലത്ത് ചെയ്തതിൽ ഒരു ഇഞ്ച് ഞാൻ കുറക്കൂല. വല്ലാഹിലോ മനഉനി കാലൻ, ഒരു ഒട്ടകത്തിന്റെ കയറ് സക്കാത്ത് കൊടുക്കുമ്പോൾ എന്റെ കഴുത്തിലുണ്ടെങ്കിൽ ഞാൻ വാങ്ങും.
തന്നില്ലെങ്കിൽ യുദ്ധം ചെയ്യുന്നു. അത്രമാത്രം ആദർശത്തിൽ ഉറച്ചുകൊണ്ട് സിദ്ദീഖ് തങ്ങൾ പൊരുതി മരിച്ചപ്പോൾ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, എന്റെ മയ്യത്ത് നിങ്ങൾ റസൂലുള്ളാഹിന്റെ റൗദന്റെ മുമ്പിൽ അവിടെ കൊണ്ടുവച്ചാൽ മതി. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ റൗദന്റെ മുമ്പിൽ എന്റെ മയ്യത്ത് കുളിപ്പിച്ച് നിസ്കരിച്ച് കൊണ്ടുവെക്ക്. റസൂലുള്ളാഹി സമ്മതം തന്നാ റൗദിക്ക് കടത്തി മറവ് ചെയ്യണം. റസൂലുള്ളാഹി സമ്മതം തന്നാ റൗദിക്ക് കടത്തി മറവ് ചെയ്യണം. അല്ലെങ്കിൽ ജന്നത്തുൽ ബഖിയെ കൊണ്ടുപോയി മറവ് ചെയ്ത് സിദ്ദീഖിന് ദ്വാരനാ മതി. റസൂലുള്ളാഹിന്റെ സമ്മതമില്ലാതെ റൗദന്റെ ഉള്ളിൽ പിന്നെ കേട്ടണ്ട. മയ്യത്ത് കുളിപ്പിച്ച് നിസ്കരിച്ച് കൊണ്ടുപോയി റൗദന്റെ മുമ്പിൽ വെച്ചപ്പോൾ എന്താ കേട്ടത്? റൗദന്റെ ഉള്ളിൽ നിന്നൊരു ശബ്ദം കേട്ടു, എന്റെ സ്നേഹിതനെ കൊണ്ട് കൊണ്ടുവരുന്നു. ഹബീബിനെ ഹബീബിലേക്ക് ചേർക്കാനുള്ള വിളിയാളം വന്നു. കബർന്ന വിളിക്കണം അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങോട്ട് കൊണ്ടുവരികയും നേരെ കൊണ്ടുപോയി മറവ് ചെയ്തു. എന്തായാലും അർത്ഥം സിദ്ദീഖ് തങ്ങൾ റസൂലുള്ളാഹിന്റെ മാർഗത്തിൽ ഉറച്ചെന്നുള്ള തെളിവാണ്. റസൂലുള്ളാഹിന്റെ പാരമ്പര്യം സിദ്ദീഖ് തങ്ങളെ കയ്യിലുണ്ടെങ്കിൽ സിദ്ദീഖ് തങ്ങളെ കബർ റസൂലുള്ളാഹിന്റെ അടുത്തുണ്ട്. വരക്കല മുല്ലക്കോയത്തുള്ള പാരമ്പര്യം ശംസുലമന്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ആ മക്കാമിൽ ഓറോട്ടാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ അവിടേക്ക് വരൂല, അല്ലെങ്കിൽ ആ മയ്യത്ത് അവിടേക്ക് വരും. അതുകൊണ്ട് സമസ്ത എവിടെ നിൽക്കുന്നു എന്നുള്ളത് സാധാരണക്കാരനുള്ള അഖലിയായ ദലീൽ, നഖലിയായ ദലീൽ സാധാരണക്കാരന്റെ ദലീൽ കിതാബ് പറഞ്ഞിട്ട് കാര്യമില്ല. സാധാരണക്കാരന് അഖലിയായ ദലീലത്തിലുള്ള ബുദ്ധിപരമായ ഷെയ്ഖുനെ കിടക്കുന്നിടത്താണ് ബഹുമാനപ്പെട്ട വരക്കല മുല്ലക്കോയത്തങ്ങൾ വിളിച്ച് കിടത്തിയതാ. മുല്ലക്കോയത്തങ്ങൾ ആരാന്നറിയോ നിങ്ങൾക്ക്? മുല്ലക്കോയത്തങ്ങൾ ആരാ? കടലാക്രമണത്തിന്റെ കാലഘട്ടത്തിൽ വെള്ളയിൽ കടപ്പുറത്ത് താമസിക്കുന്ന മഹാന. വെള്ളയിൽ കടപ്പുറാണത്, വരക്കലല്ല. വെള്ളയിൽ കടപ്പുറ ബ്രിട്ടീഷുകാരുടെ ഡിപ്ലോമാറ്റ് ഏരിയയാണത്. അവിടെ ഒരു റെയിൽവേ സ്റ്റേഷന്റെ, എന്തിനാ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ ആയിട്ട് അവിടെ സ്റ്റേഷൻ എന്തിനാ? അവിടെ ഡിപ്ലോമാറ്റുകളെ താമസിക്കുന്ന വലിയ വലിയ മഹാന്മാർ, ബ്രിട്ടീഷുകാരുടെ ഡിപ്ലോമാറ്റ്. അവർക്കൊന്ന് കോഴിക്കോട് വരാം, അവർക്ക് അവരെ പഠിക്കത്തന്നെ ഇറങ്ങണം, വലിയ മഹാന്മാരാ. സാർ വില്യലോകൻ അവിടെ ആയിരുന്നു, വില്യലോകൻ അവിടെ താമസിച്ചത്. മാത്രമല്ല കലക്ടർ കനോലി അവിടെ ആയിരുന്നു. ആ വെള്ളയിൽ കടപ്പുറത്തെ കനോലിയുടെ കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് മാപ്പിളമാര് കടന്നു ചെന്നിട്ടാണ് കനയുടെ തല വെട്ടിയത്. അറിയോ നിങ്ങൾക്ക്? മമ്പുറത്തെ സയ്യിദ് ഫദല് പൂക്കോയത്തങ്ങളെ നാട് കടത്താൻ ഉത്തരവിട്ട കലക്ടർ കനോലി, ഫദല് പൂക്കോയത്തങ്ങളെ നാട് കടത്താൻ കനോലി ഉത്തരവിട്ടെങ്കിൽ കനോലിയെ ദുന്യാവും ഞങ്ങൾ നാട് കടത്തുന്ന മാപ്പിളമാര് പറഞ്ഞത്. അന്ന് പോലീസ് സ്റ്റേഷനോ കോടതിയോ നിയമ സംവിധാനമോ ഇല്ല, അതുകൊണ്ട് തീവ്രവാദമല്ല. ഞങ്ങളുടെ ആത്മീയ നായകൻ ഫദല് പൂക്കോയത്തങ്ങളെ നാട് കടത്താൻ കലക്ടർ കനോലി ഉത്തരവിട്ടെങ്കിൽ എന്ന ഗ്രന്ഥം എഴുതിയതിന്റെ പേരിൽ ബഹുമാനപ്പെട്ട മമ്പുറത്തെ തങ്ങളെ പ്രിയപ്പെട്ട പുത്രൻ സയ്യിദ് ഫദലിനെ നാട് കടത്താൻ ഉത്തരവിട്ടപ്പോ ആ ഉത്തരവിട്ട കനോലിയെ ദുന്യാവെന്ന് ഞങ്ങൾ കടത്തുമെന്ന് പറഞ്ഞ മാപ്പിളമാര് പോയിട്ട് കനോലിന്റെ തലേന്ന് വെട്ടി. സാർ വില്യലോകന്റെ മലബാർ മാനിലുണ്ട്, പഠിച്ചു. അത് അവിടെയാണ്. എന്താ കാരണം? വെള്ളിയിൽ കടപ്പുറത്താണ് ആ സ്ഥലം. അന്ന് വലിയ ഉദ്യോഗസ്ഥന്മാർ അവിടെയാണ് മുല്ലക്കോയത്തുള്ള താമസം. ഇവനിങ്ങനെ വരക്കലായത് കടലാക്രമണം കൊണ്ട് പാവപ്പെട്ട മനുഷ്യന്മാർ വന്നിട്ട് കരഞ്ഞിട്ട് കടലും കെട്ട് കയറിയിട്ട് മത്സ്യം കിട്ടാതെ വന്നപ്പോ കടലിൽ ശോഭിച്ചിട്ട് പട്ടിണി കിടന്നിട്ട് തങ്ങളോട് തങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട തങ്ങൾ ഇതിന്റെ കടപ്പുറത്തിന്റെ കടലിനോട് പറഞ്ഞു ശാന്തമാകണം. ആ കയ്യാണ് പൊക്കിയപ്പോ അവിടെ നിന്നു, തിരമാല അടങ്ങി അവിടെ നിന്നു. എന്നിട്ട് വര വരച്ചു, ഇതിന്റെ പുറത്ത് കടക്കണ്ടാണ്. ഒരു തെരം പിന്നെ ആ വരന്റെ പുറത്തേക്ക് വന്നിട്ടില്ല. ആണ് വരക്കൽ. വരക്കല തങ്ങൾ വരച്ച വരെ നിർത്തി, കടലിനെ നിർത്തി. നിങ്ങൾക്ക് നിർത്താൻ പറ്റുമോ? ആ വരക്കല മുല്ലക്കോയത്തങ്ങൾ ശംസുലമന്റെ മയ്യത്തനെ കൊണ്ടുവരുമ്പോ ആദർശ രംഗത്ത് ശംസുലമക്ക് വല്ല കുറവും സംഭവിച്ചാൽ നിക്കട്ട് അവിടെ എന്ന് പറയും, വരക്കും, കടത്തൂല. നേരെ മറിച്ച് ആ മയ്യത്ത് നേരെ കൊണ്ടുവന്ന് മറവ് ചെയ്തതിന്റെ അർത്ഥം എന്താ? ശംസുലമ നിൽക്കുന്നവർ നിൽക്കണം. നിങ്ങൾ എന്ത് വിചാരിച്ചാലും വേണ്ടില്ല, ബാക്കിയുള്ളതൊക്കെ ശരിയല്ല. എന്ത് നിങ്ങൾ പ്രചരിപ്പിച്ചാലും ശരി, അതൊന്നും ഹക്കല്ല. സ്ത്രീകളൊക്കെ ശരിക്കും മനസ്സിലായിക്കോ. ശംസുലമയുടെ കൂടെ നിന്നോ. ശംസുലമ മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം നേരത്തെ തന്നെ ചില സ്ഥാനങ്ങളിൽ ഇരുത്തിയ മഹാനാണ് ചെറുശ്ശേരി ജയന്തി മുസ്ലിയാർ. അദ്ദേഹമായിരുന്നു സമത്തര ജനറൽ സെക്രട്ടറി. ആ മഹാനായ ജനറൽ സെക്രട്ടറി ശേഷം ഇന്ന് സമത്തകേരള ജനറൽ സെക്രട്ടറി വന്നുകൊണ്ട് ആലിക്കുട്ടി മുസ്ലിയാർ. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ഇതിന്റെ തലപ്പത്ത് വന്നിരിക്കുന്നു. സയ്യിദ് അവര് പൂർവികരുടെ പാരമ്പര്യം അനുസരിച്ച് മുന്നോട്ട് പോകുന്ന കൊട്ടിഘോഷങ്ങളൊന്നും നമുക്കില്ല. ഇന്നും കേരളത്തിലെ 9000-ൽ പരം മദ്രസകൾ സമത്തയുടെ കൂടെയാണ്. അത്രമാത്രം വിപുലമായ മദ്രസ സംവിധാനം കേരളത്തിൽ വേറെ ആർക്കുമില്ല. നമ്മൾ പ്രചരിപ്പിച്ചിട്ടില്ല. നമ്മുടെ നേതാക്കൾ ഈ സമൂഹത്തിന് കാണിച്ച മാർഗം നിങ്ങൾ പഠിക്കണം. മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാന്റെ പിന്തുണയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മളിന്ന് നേടിയെടുത്ത വിപ്ലവകരമായ മാറ്റത്തെ കുറിച്ച് ചിന്തിച്ചൂടെ നിങ്ങൾക്ക്? നമ്മൾ നേടിയെടുത്ത പ്രവർത്തനങ്ങളെ കുറിച്ച് ചിന്തിച്ചൂടെ? നമ്മൾ ഈ രംഗത്ത് നിന്നുകൊണ്ട് നിശബ്ദ വിപ്ലവം നടത്തി എവിടെ എത്തിയെന്ന്? നമ്മൾ ഇന്ന് സമൂഹത്തിന് കാഴ്ചവെച്ച 3 സിലബസുകൾ കുട്ടികൾ സ്വീകരിച്ചില്ലേ? ഒന്ന് വാഫി സിലബസ്, ഒന്ന് ഹുദവി സിലബസ്, ഒന്ന് ജാമ്യയുടെ ജൂനിയർ സിലബസ്. ദാർഹുദ കേന്ദ്രമാക്കി CH ഐദ്രോസ് മുസ്ലിയാരും MM ബഷീർ മുസ്ലിയാരും ബാപ്പുട്ടി ഹാജി ഉമർ അലി ശാബ്ദങ്ങളും ആ 4 കൂട്ടർ വിപ്ലവം നടത്തി. SSLC പോലും എഴുതിക്കാതെ കുട്ടികളെ നിങ്ങൾ എന്താക്കുമെന്ന് ചോദിച്ചു. പാവപ്പെട്ടവന്റെ മക്കളെ നിങ്ങൾ തെരഞ്ഞെടുത്തിട്ട് ചെറുപ്പകാലത്ത് കുട്ടിയെ പിടിച്ചിട്ട് നിങ്ങൾ എന്താക്കുമെന്ന് ചോദിച്ചു. ബാപ്പുട്ടി ഹാജി പറഞ്ഞു മറുപടി പറയണ്ട, 12 കൊല്ലം കൊണ്ട് കാണിച്ചു തരാന്ന് പറഞ്ഞു.
12 കൊല്ലം ഈ കുട്ടികളെ പഠിപ്പിച്ച് പുറത്തു വിട്ടു. SLC പാസ്സായാലും ഒരു കുട്ടി എന്താ ചെയ്യുക? ഡിഗ്രി പാസ്സായാലും ഒരു കുട്ടി എന്താ ചെയ്യുക? ആ കുട്ടി PG പാസ്സായാലും എന്താ ചെയ്യാൻ? അപ്പുറം പോയി. ഇന്ന് ആ കുട്ടികൾ എവിടേക്കെത്തി? യൂണിവേഴ്സിറ്റി അധ്യാപകരുണ്ട്. തുഞ്ചൻപറമ്പിലുണ്ട് യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്ന കുട്ടി ഹുദവി. ഖത്തറിലുണ്ട് അലാഖാത്തുൽ ആമയുടെ തലപ്പത്തിരിക്കുന്ന ഒരുത്തൻ ഗവൺമെന്റ് വീട് വെച്ച് കൊടുത്ത് സൗകര്യം ചെയ്തിരിക്കുക. ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റ് തലപ്പത്തൊരു കുട്ടി ഹുദവി. അൽ ജസീറ ചാനലുണ്ട്, വാഫികളുണ്ട്. കുവൈത്ത് ന്യൂസ് ഏജൻസിയുടെ 1 and only റെപ്രസെന്റേറ്റീവ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഒറ്റ പ്രധാനപ്പെട്ട ലേഖകൻ ആരാ? ഒരു വാഫിയ. ആലോചിക്കണം നിങ്ങൾ. ഒമാൻ എക്കണോമിക് റിവ്യൂ ആ പത്രത്തിന്റെ തലപ്പത്തുള്ളത് ഒരു വാഫിയാണ്. കേരള ഹൈക്കോടതിയിൽ ട്രാൻസ്ലേറ്റർ ഉണ്ട് വാഫി. ജാമിയ ജൂനിയർ സിലബസ് മുന്നോട്ട് ഇതിന് തുല്യം നിൽക്കുന്ന വിദ്യാഭ്യാസ ആരവിടെ നടത്തി? എന്താണ്? കുട്ടികോശം കൊണ്ടല്ല, തൗഫീഖ് കൊണ്ടാ. ബർക്കത്തുണ്ടായാൽ അങ്ങനെയാണ്. ആ ബർക്കത്തോട് കൂടി നിൽക്കുന്ന പ്രസ്ഥാനത്തിന്റെ കൂടെ നിന്ന് നോക്കണം നിങ്ങൾ. നമ്മുടെ പള്ളി ദർസ്, നമ്മുടെ സ്ഥാപനങ്ങൾ, അതിന്റെ മഹത്വം പഠിക്കണം നിങ്ങൾ. ആത്മീയ രംഗത്ത് നമ്മൾ സ്വീകരിച്ച മജ്ലിസുന്നൂർ പോലെ എന്തേ മറ്റൊന്നും ആകാതെ പോയത്? എന്തേ മജ്ലിസുന്നൂർ ജനങ്ങളൊക്കെ സ്വീകരിച്ചത്? എന്തേ നമുക്ക് മാത്രം ഇത് തൗഫീഖ് ഉണ്ടായത്? പാണക്കാട് തങ്ങൾ മുമ്പിൽ നിന്നതുകൊണ്ട്. പാണക്കാട് സെയ്ദ് കുടുംബം ഈ ഉമ്മത്തിന്റെ നായകന്മാരാ. അവരെ ഇല്ലാതെ കേരളത്തിലെ ദീനീ പ്രവർത്തനം പൂർത്തിയാവൂല. അവരെ ബാധക്കപ്പുറത്ത് നമ്മൾ എന്തുണ്ടാക്കിയിട്ടും കാര്യമില്ല. അള്ളാഹു ആ കുടുംബത്തിന് ദീർഘായുസ് കൊടുക്കട്ടെ. അവർ നമ്മുടെ സമൂഹത്തിന്റെ ഒരു മാർഗരേഖ. പൂക്കോയ തങ്ങളുടെ മഹത്വം അതാണ്, ബാബയ്ക്ക് തങ്ങളുടെ മഹത്വം അതാണ്. അവരൊക്കെ സമത്വക്ക് വേണ്ടി ജീവാർപ്പണം ചെയ്ത മഹത്വക്കളാണ്. ആ മഹാന്മാരെ കൂടെ നമ്മൾ നിൽക്കേണ്ടത്. ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ പോകാം. കാരണം അവിടെ മജ്ലിസുന്നൂർ ചെല്ലാണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഈ കാലാവസ്ഥയിൽ ഇങ്ങനെ അധികം ഇരിക്കൂല. എനിക്ക് ഒരുപാട് പറയണമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. നല്ല മജ്ലിസാണ്. ഉസ്താദും ഇരിക്കണം. ഉസ്താദിനോട് പോയില്ലാന്ന് എനിക്ക് പോവാന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. നിങ്ങൾക്കറിയോ ചാപ്പനങ്ങാടി ബാപ്പുസ്ലിയാർ? അള്ളാഹു ആ മഹാനവറുകൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. ഈ ചാപ്പനങ്ങാടി ഉസ്താദ്, ചാപ്പനങ്ങാടി ഉസ്താദിന്റെ കറാമത്തൊക്കെ മരക്കാർ ഉസ്താദിനോട് ചോദിച്ചാൽ എമ്പാടും പറഞ്ഞു. അദ്ദേഹത്തിന് വരെ ആ കറാമത്ത് കിട്ടിയാളാണ്. അത്ഭുത സിദ്ധിയോ. ചാപ്പനങ്ങാടി ബാപ്പുസ്ലിയാർ ഈ സമൂഹത്തിൽ വളരെ മനോഹരമായി ദീനീ പ്രബോധനം നടത്തിയ ആളാണ്. ആ ചാപ്പനങ്ങാടി ഉസ്താദിൽ നിന്നുള്ള ഒരു അനുഭവം ഐദ്രോസ് ഉസ്താദ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സമത്വ കേരള ജമിയത്തുൽ ഉലമയിൽ മുമ്പും പിന്നിപ്പുണ്ടായിട്ടുണ്ട്. സമത്വ കേരള ജമിയത്തുൽ ഉലമ തബ്ലീഗ് ജമാഅത്ത് വിദഈ പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞതോടുകൂടി പ്രമുഖരായ കുറച്ച് പണ്ഡിതന്മാരെതിരായി. ആ പണ്ഡിതന്മാരിൽപ്പെട്ട പ്രഗത്ഭനായ ഒരു പണ്ഡിതനായിരുന്നു ഐദ്രോസ് ഉസ്താദിന്റെ ഉസ്താദ്. ആ ഉസ്താദ് അഖില കേരള ജമിയത്തുൽ ഉലമ രൂപീകരിച്ച പതിൽ ചേർന്നിട്ട് ഐദ്രോസ് ഉസ്താദിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് മുതൽ അഖിലയിൽ പ്രവർത്തിക്കണം, ഇനി ഒരിക്കലും നിങ്ങൾ സമത്വത്തിൽ പ്രവർത്തിക്കാൻ പാടില്ല. ഉസ്താദാ പറയുന്നത് കേൾക്കാതിരിക്കാൻ പറ്റൂല. ഉസ്താദാ പറയുന്നത് കേൾക്കാതിരിക്കാൻ പറ്റില്ല. എന്നാലോ ഇത്രകാലം സമത്വക്ക് പ്രവർത്തിച്ച് ഇനി എങ്ങനെ അഖിലയിലേക്ക് പോകാൻ പറ്റൂല. ഐദ്രോസ് ഉസ്താദ് ആകെ ടെൻഷനായി, ആകെ ടെൻഷനായി, വിഷമിച്ച്, ഉറക്കൂല, ഒരു ജാതി ഭ്രാന്തൻ സ്വഭാവം. 2-3 ദിവസം കഴിഞ്ഞു, ഒരു രക്ഷയില്ല. ഉസ്താദ് പറഞ്ഞത് കേൾക്കാതിരിക്കാനും വയ്യ, എന്നാൽ സമത്തെ വിട്ട് അകലേക്ക് പോകാനും വയ്യ. എടങ്ങേറായി അവസാനം അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. അദ്ദേഹത്തിന് എന്ത് കാര്യത്തിൽ അവസാന വാക്ക് ചാപ്പനങ്ങാടി ഉസ്താദാണ്. ചാപ്പനങ്ങാടി ബാപ്പുസ്ലിയാരെ കാണാൻ തീരുമാനിച്ചു. അന്നാണെങ്കിലോ ചാപ്പനങ്ങാടി ഉസ്താദ് റിയാദയിലാണ്. പാലപ്പുറ പള്ളിയിൽ കോട്ടക്കൽ പള്ളിൻ്റെ ഉള്ളിൽ റൂമിൽ ഇരിക്കുക, പുറത്തേക്ക് വരില്ല. അത്യാവശ്യത്തിന് പുറത്ത് വരും, പിന്നെ അകത്തു ഒന്നും ചെന്ന് ചോദിക്കാനൊന്നും പറ്റില്ല, കുടുങ്ങിപ്പോയി. ഉറക്കം വരാതെ വന്നപ്പോൾ ഐദ്രോസ് ഉസ്താദ് രാത്രി എഴുന്നേറ്റാണ് നടന്നുത്രേ. പുതുപ്പറമ്പെന്ന് നേരെ കോട്ടക്കൽ വന്നിട്ട് നേരെ പാലപ്പുറ പള്ളിക്കാണ് കയറിച്ചില്ല. തീരുമാനമെടുത്തു, ഏത് റൂമിലാണ് താമസിക്കുന്നില്ല ആ റൂമിന്റെ പുറത്തുനിന്ന് കാര്യം പറഞ്ഞ് ഞാൻ പോരും. അങ്ങനെ എന്നോട് അദ്ദേഹം പറഞ്ഞു. ഒരിക്കൽ ഒരു കൺവെൻഷൻ പോയപ്പോൾ കാറിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞത്. അദ്ദേഹം പല സ്ഥലത്തും അത് പ്രസംഗിച്ചിട്ടുണ്ട്. നേരെ കയറിച്ചില്ല. കേട്ടാലും കേട്ടില്ലെങ്കിലും പുറത്തുനിന്ന് പറഞ്ഞിട്ട് പോകുന്ന മനസ്സിന് സമാധാനമാണല്ലോ. ആ നെയ്യത്തോടു കൂടി പാലപ്പുറ പള്ളിക്കാണ് കയറിച്ചില്ല. രാത്രി ചെന്ന് നോക്കുമ്പോൾ പള്ളിക്കിനടുത്ത് കയറുമ്പോൾ അരണ്ട വെളിച്ചത്തിൽ വാതിലിന്റെ പൊടി തുറന്ന് വെച്ച് വാതിലിന്റെ തുടക്കത്തന്നെ നിൽക്കുന്നുണ്ട് ചാപ്പനങ്ങാടി ഉസ്താദ്. ആരോ വരാൻ പറഞ്ഞിട്ട് നിൽക്കുന്ന പോലെ. അത്ഭുതം. കാണാത്ത ആൾ അവിടെ നിൽക്കുക. അന്തം വിട്ടു. അന്തം വിട്ട ഐദ്രോസ് ഉസ്താദിക്ക് ഒന്നും പറയാനില്ല. ചാപ്പനങ്ങാടി ഉസ്താദിന്റെ മുമ്പ് ചെന്ന് ഇങ്ങനെ നിന്നു. സലാം പറഞ്ഞു, സലാം പഠിക്കും, ഒന്നും പറഞ്ഞില്ല. ഒന്നും പറയാതെ വന്നപ്പോൾ ചാപ്പനങ്ങാടി ഉസ്താദ് ഐദ്രോസ് ഉസ്താദിന്റെ തോളത്ത് കൈവച്ചു അത്രേ. എന്നിട്ട് പറഞ്ഞു, ഇത് സമത്വയാണ്, മഹാന്മാരുണ്ടാക്കിയ പ്രസ്ഥാനമാണ്, ഉറച്ചു നിൽക്കണം, ബാക്കിയുള്ളതൊക്കെ പോയിക്കോളുന്നു. എന്താണോ മനസ്സിലുള്ളത് അതിനാ മറുപടി. മനസ്സിലെ കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാഞ്ഞ നിങ്ങളെ കൽഭാഗം എന്നോവർ. അതാ സുന്നി. മനസ്സിന്റെ ഉള്ളിൽ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളെ മനസ്സിൽ ഇപ്പോഴുള്ള വിഷമത്തിലെ സമത്തിന്റെ ഒപ്പം നിന്നോളൂ, വേറൊന്നും കേൾക്കണ്ട. ഒരു ഉസ്താദിനേക്കാൾ വലിയ ഉസ്താദായി പറഞ്ഞത്. സമത്തയിൽ ഉറച്ചു ഐദ്രോസ് ഉസ്താദ്. ആ അദ്ദേഹം അവസാനം എവിടെ നിന്നത്? ആ ചാപ്പനങ്ങാടി ഉസ്താദ് പറഞ്ഞ ഐദ്രോസ് ഉസ്താദ് എവിടെ നിന്നത്? സുന്നി യൂന സംഘം നമ്മൾ രൂപീകരിച്ചപ്പോൾ അതിന്റെ ആദ്യത്തെ സെക്രട്ടറി മരണം വരെ ആ മഹാൻ മരണപ്പെട്ടു പോയത് ഇതേ പന്താവല ശംസുലമയുടെ കാലടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം മരണപ്പെട്ടു പോയത്. അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. അവിടെ നിൽക്കണം എന്നുള്ളതിന് വേറെ തെളിവുകൾ തേടണ്ട.
നിങ്ങൾ വേറെ കുഴപ്പമുണ്ടാക്കാനും വേണ്ട, ആരും എതിർക്കാനും വേണ്ട. എവിടെ നിൽക്കേണ്ടത് പെണ്ണുങ്ങൾ തീരുമാനിച്ചു, ആണുങ്ങൾ തീരുമാനിച്ചു. ആരാ ചാപ്പനങ്ങാട് ഉസ്താദ് കൂടി പഠിച്ചോളൂ. ഈ ചാപ്പനങ്ങാട് ഉസ്താദ് ആരാ? ഏതാണ് നാവ്? ആ നാവ് എന്നൊരു വാക്ക് പറഞ്ഞാൽ പറഞ്ഞ പോലെ ഉണ്ടാവും. അദ്ദേഹത്തിന്റെ ഒരുപാട് മുരീദന്മാരുണ്ട് ചാവക്കാട്. കാരണം ചാവക്കാട് ഒരു ഷെയ്ഖിന്റെ മഹത്വം അദ്ദേഹം സ്വീകരിച്ചു. അവിടെ ഒരു ദിവസം അദ്ദേഹത്തിന്റെ മുരീദന്മാരുടെ ഒരു വീട്ടില് ഒരു കല്യാണം നിശ്ചയിച്ചു. ആ കല്യാണത്തിന് അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം ചെന്നു. കല്യാണത്തിന് ചെന്ന് കല്യാണത്തിലൊക്കെ പങ്കെടുത്ത് കല്യാണ നിശ്ചയത്തിലൊക്കെ പങ്കെടുത്ത് കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു. കല്യാണത്തിനന്ന് ചോറ് വിളമ്പാൻ ഞാൻ വന്നിട്ടേ വിളമ്പാൻ പാടുള്ളൂ. ഞാൻ വന്നിട്ടേ ചോറ് വിളമ്പാൻ പാടുള്ളൂ. പോയി. കല്യാണ ദിവസം വന്നു. കല്യാണമായി. ജനങ്ങളൊക്കെ വന്നിരുന്നു. പുതിയാപ്പളയും വന്നു. അന്നൊക്കെ പുതിയാപ്പള വന്നിട്ടേ ചോറ് കിട്ടുള്ളൂ. ഇന്നിപ്പോ അങ്ങനെയല്ല. ഇന്ന് കല്യാണം തുടങ്ങുമ്പോൾ തന്നെ ചോറ് കിട്ടും. പുതിയാപ്പള വന്നാലും വന്നില്ലെങ്കിലും കല്യാണം നടന്നാലും നല്ല ചോറ് റെഡിയാ. കല്യാണം ചോറ് തമ്മിൽ ബന്ധമൊന്നുമില്ല. അന്ന് പുതിയാപ്പള വന്നിരുന്നിട്ടും ചോറ് കിട്ടണില്ല. അല്ലെങ്കിൽ തന്നെ ആൾക്കാർ ഇടങ്ങാറായിട്ട് പണ്ടാറ പുതിയാപ്പള വന്ന് കിട്ടിയാൽ മതി എന്നാ കുട്ടികൾ പറയാം. കാരണം വന്നാലേ ചോറ് കിട്ടും. ആ കാലത്ത് പുതിയാപ്പള വന്നിട്ടും ചോറ് കിട്ടണില്ല. അപ്പൊ ഉസ്താദിനെ കാത്തിരിക്കുക. ആൾക്കാരൊക്കെ അക്ഷമരായി. ഏതായാലും ഉസ്താദ് വന്ന ഉടനെ ഉസ്താദ് ചോദിച്ചു, എവിടെയാണ് ചോറ് വെക്കണമെന്ന് ചോദിച്ചു. ചോറ് വീട്ടിന്റെ പുറകിലുള്ള ഒരു മരത്തിന്റെ ചോട്ടിൽ അടുപ്പ് കൂട്ടിയിട്ടാണ് വെക്കണം. എന്നാ പോയി. വീട്ടുകാരൻ കുറച്ച് ആൾക്കാരും പിന്നാലെ പോയി. ചോറ് തുറക്കാൻ പോവാ. എല്ലാവരും ആകാംക്ഷയോടെ ചോറ് നമ്മുടെ റെഡി നിൽക്കുക. ചോറ് വെക്കുന്ന ആളോട് ചോറിന്റെ പാത്രം തുറക്കാൻ പറഞ്ഞു. അതിന്റെ മൂടി തട്ടി കുറച്ച് ചോറും കൊണ്ട് കൊട്ടാൻ പറഞ്ഞു പുറത്തേക്ക്. സുബ്ഹാനല്ലാഹ്, ഈ ആൾക്കാരൊക്കെ തിന്നാൻ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് ചോറ് പുറത്തേക്ക് കൂട്ടേ. ഉസ്താദ് പറഞ്ഞ നിവൃത്തിയില്ല, കൊട്ടി. ചോറ് ഏതാണ്ട് പകുതിന് കൊട്ടിയപ്പോൾ ആൾക്കാർ ശരിക്കും കാണാൻ കഴിഞ്ഞു. ഈ മരത്തിന്റെ മുകളിൽ നീ ആവി പൊങ്ങിയപ്പോ വെപ്പുകാരൻ അങ്ങോട്ടും കൊണ്ട് തിരിഞ്ഞപ്പോഴേക്കും വലിയൊരു പാമ്പയിൽ വീണ്ടും ചത്തു പോയിട്ട് ഇങ്ങനെ കിടക്കും. ആർക്കും പിന്നെ ആ ചോറ് വേണ്ട, വിഷാണ്. അത് ഒഴിവാക്കി വേറെ ചോറ് വെക്കേണ്ടി വരും. ഇങ്ങനെ ഒരു സംഭവം അള്ളാഹുവിന്റെ കഥയിൽ ഉണ്ട് എന്ന് ലൗഹിൽ നോക്കിയിട്ട് അദ്ദേഹം അന്ന് പറഞ്ഞത്, ഞാൻ വന്നിട്ട് തുറന്നാൽ മതി. അള്ളാഹു മഹാന്മാർ അതിനെ ചുമതലപ്പെടുത്തും. ചിലപ്പോൾ ഇന്ന് രക്ഷിക്കാൻ കഴിയും. അല്ലെങ്കിലോ അവർക്ക് അള്ളാഹുവിന്റെ ലൗഹിൽ നോക്കി വായിച്ച് ദ്വാരന്നിട്ട് തിരുത്താൻ പറ്റും. ചിലപ്പോൾ അള്ളാഹുവിന്റെ തിരുത്താത്ത കഥ ആണെങ്കിലോ അതിന് വരെ രക്ഷപ്പെടുത്താൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തും. ആ ചുമതലപ്പെടുത്തിയ പ്രകാരം പറഞ്ഞ് ഞാൻ വന്നിട്ട് തുറന്നാൽ മതി. വിഷം തീറ്റാതെ എല്ലാവരും രക്ഷപ്പെടുത്തും. ആ നാക്കൊണ്ട് പറഞ്ഞ കാര്യം നിശ്ചയത്തിന്റെ അന്ന് പറഞ്ഞതാ, ഞാൻ വന്നിട്ട് തുറന്നാൽ മതി. തുറന്നപ്പോ എങ്ങനെയാ കണ്ടത്? അദ്ദേഹം വരും മുമ്പ് ആ ചോറിന്റെ മുകൾ ഭാഗത്തിൽ തിന്നിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവും? പകുതി ചോറ് തിന്നിട്ടേ ഇതിനെ കാണുള്ളൂ. അതാ പറയുന്നത്, അങ്ങനത്തെ മഹാന്റെ നാവ് കൊണ്ട് പറഞ്ഞതാണ് സമത്തയിൽ ഉറച്ചു നിന്നോളൂ. ബഹുമാനപ്പെട്ട സമത്വ കേരള ജമിയത്തിലെ മഹാപണ്ഡിതനായിരുന്ന വാണിയമ്പലം അബ്ദുറഹിമാൻ മുസ്ലിയാരുടെ ചരിത്രത്തിലുണ്ട്. വാണിയമ്പലത്ത് പോയി ചോദിച്ചാൽ ഇപ്പോഴും ആൾക്കാർ പറഞ്ഞിരും. വാണിയമ്പലം എല്ലാവരോടും പറഞ്ഞിരുന്നു. വാണിയമ്പലം എഴുതി വെച്ചിട്ടുണ്ട്. വാണിയമ്പലത്തിന്റെ സ്മരണികയിലുണ്ട്. വാണിയമ്പലം ഉസ്താദ് സമത്വക്ക് വേണ്ടി വീറും വാശിയും കാണിച്ച് പ്രവർത്തിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തെ വിദയി പ്രസ്ഥാനക്കാർ കേസ് കുടുക്കി പല സ്ഥലത്തും. കേസും കൂട്ടും അവസാനം മാരണവിദ്യ വരെ ഉണ്ടായി. അദ്ദേഹം ഇടങ്ങേറായപ്പോ മനസ്സുകൊണ്ട് തീരുമാനിച്ചു, ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം, ദർസ് മാത്രം മതി, സംഘടനാ പ്രവർത്തനം വേണ്ട. സംഘടനാ പ്രവർത്തനം നിർത്തിവെച്ച് മെല്ലെ ഇങ്ങനെ ഒതുങ്ങാൻ തീരുമാനിച്ചു. പ്രവർത്തനം നിർത്തണം മനസ്സിങ്ങനെ പറഞ്ഞു. എന്നാ പിന്നെ വെറുതെ കേസിനും കൂട്ടത്തിനും പോകണ്ടല്ലോ, പ്രസംഗിക്കാനൊക്കെ പോക്ക് നിർത്തി ദർസ് നിർത്തിയാൽ കിട്ടുന്ന ശമ്പളമായിട്ട് കൂടെ കുഴപ്പമൊന്നുമില്ലല്ലോ. മനസ്സിൽ അങ്ങനെ കരുതി വെറുക്കുമ്പോൾ ചില ആൾക്കാർ അങ്ങനെയാ ഇടങ്ങേറാവും. അങ്ങനെ മുഷാവറക്ക് പോകും വരും. മറ്റു പ്രവർത്തനം മെല്ലെ ഇങ്ങനെ വിട്ടുന്ന ഒരു ദിവസം മുഷാവറക്ക് പോയി. ഇനി മുഷാവർക്കും വരില്ല തീരുമാനിച്ച് ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ പറയുന്ന ആരോടും പറയില്ല, പറയാൻ പറ്റില്ല, നിർത്താൻ സമ്മതിക്കില്ല, ഉറപ്പല്ലേ, നിങ്ങൾ നിർത്താൻ പാടില്ല, അതല്ല പ്രഭാഷകനല്ലേ. വാണിയമ്പലം ഒരു പ്രസംഗം ചെയ്താൽ അത് കുറിക്കൊള്ളും. അങ്ങനെ അദ്ദേഹം എന്നും മുഷാവറ കഴിഞ്ഞാൽ ചാപ്പനങ്ങാട് ഉസ്താദിന്റെ കൂടെ വരിക. ചാപ്പനങ്ങാട് ഉസ്താദിന്റെ കാറിൽ ഇങ്ങനെ മടങ്ങും. കോഴിക്കോട് നിന്ന് വെള്ളൂമ്പുറത്തെത്തും. മഞ്ചേരിക്കുള്ള ബസ്സിന് കയറാൻ അവിടെ അങ്ങും ചാപ്പനങ്ങാട് ഉസ്താദ് കാറുമായിട്ട് നേരെ മലപ്പുറം വഴി ചാപ്പനങ്ങാടിക്ക് നടക്കും. ഇങ്ങനെ പതിവ്. ഇങ്ങനെ ചാപ്പനങ്ങാട് ഉസ്താദിന്റെ കൂടെ അദ്ദേഹം അന്നും മടങ്ങാണ്. മനസ്സിലുണ്ട് ഇനിയിപ്പോ പ്രവർത്തനം നിർത്തണം, ഇനി മുഷാവർക്കൊന്നും പോകാനാവില്ലാതെ കരുതി വരികയാണ്. അങ്ങനെ വെള്ളൂമ്പുറത്തെത്തി. ഒന്നും ആരോടും പറഞ്ഞിട്ടില്ല. വെള്ളൂമ്പുറത്തെത്തിയപ്പോ പതിവ് പോലെ സലാം പറഞ്ഞ് വെള്ളൂമ്പുറത്ത് ഇറങ്ങാൻ നിൽക്കുമ്പോ ചാപ്പനങ്ങാട് ഉസ്താദ് കാറിന്റെ ഡ്രൈവറോട് പറഞ്ഞു, വണ്ടി മഞ്ചേരിക്ക് വിട്ടോ, വാണിയമ്പലത്തിന് മഞ്ചേരി ഒരു ചായ വാങ്ങി കൊടുക്കാണ്ട്. സുബ്ഹാനല്ലാഹ്, മഞ്ചേരി പോയിട്ട് വേണം ചായ വാങ്ങി കൊടുക്കാൻ, ഇവിടെ വാങ്ങി വിട്ടൂടെ? അത് മഞ്ചേരി പോയിട്ട് വാങ്ങി കൊടുക്കണം എന്നായി. പോയി മഞ്ചേരി ചെന്നു. ബസ് സ്റ്റാൻഡ് അടുത്ത് ചെന്ന് ഒരു ചായ വാങ്ങി രണ്ടാളും കുടിച്ച് ചാപ്പനങ്ങാട് ഉസ്താദ് വാണിയമ്പലം ഉസ്താദിനെ ബസ് കയറ്റാൻ വേണ്ടി ഇറങ്ങി. വാണിയമ്പലത്തേക്കുള്ള ബസ്സിൽ അദ്ദേഹത്തെ കയറ്റാൻ വേണ്ടി പോയി. തോളത്ത് ഇങ്ങനെ കൈ വെട്ടിയിട്ട് പറഞ്ഞു, തോളത്ത് കൂട്ടിന്ന് പറഞ്ഞു, പ്രവർത്തനം ഒന്നും നിർത്തിവെക്കാൻ പറ്റില്ല, സമത്തെയാണ്, നല്ല ശക്തിയിൽ പ്രവർത്തിക്കണം എന്ന്. മനസ്സിലുള്ള ഇങ്ങോട്ട് പറയാം. ഉറച്ചു പോയി വാണിയമ്പലം ഉസ്താദ്. അദ്ദേഹം ഉറച്ചു. ആ ചാപ്പനങ്ങാട് ഉസ്താദ് ഹൈദ്രോസ് ഉസ്ലിയാരും വാണിയമ്പലം ഉസ്താദും ഒക്കെ എവിടെ നിൽക്കണം എന്നാ പഠിപ്പിച്ചത്? അവിടെ നിൽക്കണം സമത്തെ. ആ മഹാന്മാരെ ആദരിക്കുന്നവരാകണം നമ്മൾ. ആ ചാപ്പനങ്ങാട് ഉസ്താദും ആ പാണക്കാട് കുടുംബത്തെ അതിരറ്റ് സ്നേഹിച്ചിരുന്ന ആളാ ചാപ്പനങ്ങാട് ഉസ്താദ്. ആ പാണക്കാട് കുടുംബത്തെ എന്തു തീരുമാനം, പാണക്കാട്ട് കുടുംബത്തിൽ നിന്ന് വരെ എന്തെങ്കിലും ഒരു വിഷയമുണ്ടായാൽ ചാപ്പനങ്ങാട് ഉസ്താദിനെ വിളിച്ചു വരുത്തവർ. ചാപ്പനങ്ങാട് ഉസ്താദ് പറയും പോലെ ചെയ്തിരുന്നു.
നിങ്ങൾക്കറിയോ ബഹുമാനപ്പെട്ട CH മുഹമ്മദ് കോയ സാഹിബ്, ഞാൻ രാഷ്ട്രീയം പറഞ്ഞു തെറ്റിദ്ധരിക്കണ്ട, CH മുഹമ്മദ് കോയ സാഹിബ് കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന് പാണക്കാട്ട് എന്ന് പറഞ്ഞു. തങ്ങളെ വിളിച്ച് പറഞ്ഞു CH ഞങ്ങൾ കൊണ്ടോട്ടിയിൽ മത്സരിച്ചോളൂ പറഞ്ഞു. അപ്പൊ CH പറഞ്ഞെന്താ, ഞാൻ ചാപ്പനങ്ങാട് സ്ഥലം ഒന്ന് അഭിപ്രായം ചോദിക്കട്ടെ. പാണക്കാട്ട് നിന്ന് വിളിച്ചിട്ട് പറയാൻ നിങ്ങൾ മത്സരിച്ചോളൂ. ഇപ്പൊ പാണക്കാട്ടിൽ നിന്ന് ഞാൻ മത്സരിക്കാന്ന് അങ്ങോട്ട് പറയില്ല, കാലം മാറി, അന്ന് ഇങ്ങോട്ട് പറയില്ല. അങ്ങനെ ചാപ്പനങ്ങാട് ഉസ്താദിന്റെ അടുത്ത് ചെന്നു. ചാപ്പനങ്ങാട് ഉസ്താദ് ദ്വാരന്നിട്ട് പറഞ്ഞു, CH നിങ്ങൾ ജയിക്കും ചെയ്യും, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാവും ചെയ്യുന്നു. 6 മാസം ഇലക്ഷൻ ഉണ്ട്, ഇലക്ഷൻ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. 6 മാസം ഉണ്ട്, 6 മാസം മുമ്പ് മന്ത്രിയൊക്കെയാണ് പ്രഖ്യാപിച്ചു. ഞാനീ പറയുന്നത് സംശയം ഉണ്ടെങ്കിലും CHന്റെ മകണ്ട് ചോദിച്ചു കൊണ്ട് മുന്നീറിനോട് പറഞ്ഞിരുന്നു. 6 മാസം മുമ്പാണ് പറയുന്നത് നിങ്ങൾ മത്സരിക്കും ചെയ്യും, ജയിക്കും ചെയ്യും, മന്ത്രിയാവും ചെയ്യുന്നു. മന്ത്രിയായല്ല, ജയിച്ചു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. എന്താ അതിന്റെ അവസ്ഥ? അതാ നിങ്ങൾ ചിന്തിക്കേണ്ടത്. വടവന്നൂർ ബാപ്പയ്ക്ക് എത്തിക്കാനൊക്കെ സ്കൂളും കൊടുത്തില്ലേ? ബാപ്പയ്ക്ക് എത്തിക്കാനെ പോയി, ബാപ്പയ്ക്ക് എത്തിക്കാൻ്റെ മുറ്റത്ത് തൊട്ടപ്പുറത്താ മറ്റൊരു ഹൈസ്കൂൾ, ഗവൺമെന്റ് ഹൈസ്കൂൾ അപ്പുറത്ത്. ആ ഗവൺമെന്റ് ഹൈസ്കൂൾ നോക്കി അങ്ങനെ ഇപ്പുറത്ത് പിന്നെ എയ്ഡഡ് സ്കൂൾ. അങ്ങനെ ഹൈസ്കൂൾ ഇങ്ങനെ അടുത്തേക്കല്ല, എങ്ങനെ ഉണ്ടാവുക? എങ്ങനെ തൊട്ടപ്പുറത്ത് ഇവിടെ ഈ ഒരു ഹൈസ്കൂൾ ഇപ്പുറത്തുണ്ടാകുമ്പോൾ ഇപ്പുറത്തെ എയ്ഡഡ് സ്കൂൾ എങ്ങനെ എത്തിക്കാനൊക്കെ കിട്ടുക? അതിന് വകുപ്പില്ലല്ലോ. പക്ഷെ ചാപ്പനങ്ങാട് ഉസ്താദ് ആവശ്യപ്പെട്ട അതിന് വകുപ്പുണ്ടാവും. CH എന്തായത് അവിടെ വരച്ചു, അത് വേറെ പഞ്ചായത്തിലാക്കി, ഇത് വേറെ പഞ്ചായത്ത് ഒരു വരാം. CHന് കഴിയും, CHന് കഴിയും. ഒരു ഗ്രൗണ്ടിന്റെ അകലെയുള്ളൂ, പോയി നോക്കിയിട്ട് പറയും അത് CHന്റെ കഴിവാ. അത് ചാപ്പനങ്ങാട് ഉസ്താദായിട്ടുള്ള ബന്ധം. ഞാൻ പറഞ്ഞു വരുന്ന രാഷ്ട്രീയമല്ല. ആ ചാപ്പനങ്ങാട് ഉസ്താദ് എന്ന് പറയുന്ന മഹാന്റെ നാവുകൊണ്ട് ഹൈദർസുലൂടെ എന്താ പറഞ്ഞത് അതാ പഠിക്കണം. നമ്മൾ സമത്തയിൽ നിൽക്കുമ്പോൾ എവിടെ നിൽക്കണം എന്ന് ആദ്യം തീരുമാനിക്കണം. എതിർപ്പൊന്നും വേണ്ട, ആരോടും എതിർക്കണ്ട. കാരണം ഇന്ത്യ ഫാസിസ്റ്റുകളെ കയ്യിലാണ്. ബീഫ് തിന്നു എന്ന് പറഞ്ഞ മനുഷ്യനെ അടിച്ചു കൊല്ലുന്ന കാലം. ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിൽ തെറ്റിക്കുന്ന കാലമാണ്. നമുക്ക് പിണങ്ങാൻ നേരമില്ല, നമുക്ക് കുഴപ്പമുണ്ടാക്കാൻ നേരമില്ല, പള്ളി മദ്രസ തർക്കമുണ്ടാക്കാൻ നേരമില്ല, പഴമയിലേക്ക് മടങ്ങാനേ നേരുള്ളൂ. നമ്മൾ ഭിന്നിച്ചതാ ലോകത്തെ മുസ്ലിങ്ങളെ അപകടപ്പെടുത്തിയത്. വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂന. വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂന. അതിന്റെ മുന്നേ ഓതണം യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ അല്ലാതെ നിങ്ങൾ മരിക്കരുത്. അതിന് നിങ്ങൾ മുറുകെ പിടിക്കണം. ശരിക്ക് ഐക്യം മുറുകെ പിടിക്കാൻ ഞാൻ മുസ്ലിമായി മരിക്കാൻ പറ്റൂല. അതാ പ്രശ്നം. നമ്മൾ മുസ്ലിമായി മരിക്കണമെങ്കിൽ ഐക്യം വേണം, ഒരുമ വേണം, ഒരുമിച്ച് നിൽക്കണം. എല്ലാവരും ഐക്യത്തോടെ ഒരുമയോടെ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ സമൂഹത്തെ കൊണ്ടുപോകണം. ആ ആത്മീയതയാണ് നമുക്ക് ആവശ്യം. 10 മണിയോട് അടുക്കുന്നുണ്ട്, ദീർഘ ശരിയല്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദീർഘമായ പ്രസംഗം വേണമെങ്കിൽ മറ്റൊരു സമയത്താകാം. സമത്തെക്കുറിച്ച് പഠിക്കുക, സമത്തയുടെ ആലിമ്യങ്ങളെ കുറിച്ച് പഠിക്കുക, ആരോടും വെറുപ്പും വിദ്വേഷം ഉണ്ടാക്കാതിരിക്കുക. ഇന്ന് വെറുക്കാനും വിദ്വേഷം ഉണ്ടാക്കാനും നമുക്ക് സമയമില്ല. നമുക്ക് ഹൈന്ദവ സഹോദരങ്ങളാണെങ്കിലും ക്രൈസ്തവ സഹോദരങ്ങളാണെങ്കിലും നമ്മുടെ ആളുകളിൽ സൗഹൃദത്തോടെ ജീവിച്ച് പ്രശ്നമില്ലാത്തൊരവസ്ഥയിലേക്ക് മുന്നോട്ട് പോകണം. അതിന് അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന മജ്‌ലിസുൻ നൂറിനും ദുആക്കും വഴിമാറിക്കൊണ്ട് അല്പം ദീർഘിച്ചു പോയെങ്കിൽ ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.